ഒരു സമാധാനമുണ്ട്. ലെറ്റ്സ് തിങ്സ് ഗോ എന്ന് പറയുന്ന കാര്യങ്ങൾ അങ്ങ് നടക്കുക, ഒരു ഫ്രീ ഫ്ലോട്ട്. അത് വളരെ വളരെ സൂപ്പറായ ഒരു ഫീലിംഗ് ആണ്. അത് സാധാരണ സന്യാസിമാര്, പ്രവാചകന്മാര്, അതുപോലെ ആത്മീയതയുടെ ഉയർന്ന തലങ്ങളിലുള്ള ആളുകളൊക്കെ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. അത് ഭക്തിയുടെ പേരിലാകാം, അല്ലെങ്കിൽ ആത്മീയതയുടെ പേരിലാകാം. അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് ഒരു സൈക്കോളജിസ്റ്റിന് വളരാൻ കഴിയുമെന്നാണ് സത്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും നമ്മൾ ഈ കൗൺസിലിംഗ് നിങ്ങൾ മനസ്സിലാക്കിയ അനുസരിച്ച്, ഹൗ വിൽ യു ഡിഫൈൻ കൗൺസിലിംഗ്? വിൽ സ്റ്റാർട്ട് ഫ്രം ദെയർ. സിമ്പിൾ ടു കോംപ്ലക്സ് എന്നാണല്ലോ. 1-2 ആളുകൾക്ക് പ്രതികരിക്കാം, ചാറ്റ് ബോക്സിലാകാം, അല്ലെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ടാകാം. എന്താണ് വളരെ ചുരുക്കത്തിൽ ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ? എനിക്ക് പരിചയമുള്ള ചില മുഖങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ മനുഷ്യരൊക്കെയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. സമാധാനം, ടോക്കിംഗ് തെറാപ്പി as well as relationship building between. ഓക്കെ, റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആണ്, സമാധാനം നൽകലാണ്. പിന്നെ മറ്റുള്ളവരെ കേൾക്കാൻ പറ്റുക. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന മാതിരി മിണ്ടാതിരുന്ന് കേൾക്കുകയാണല്ലോ. അപ്പൊ നിങ്ങളാണ് സൈക്കോളജിസ്റ്റ്, ഞാനൊരു കൗൺസിലിങ്ങിന് വന്ന ഒരു ക്ലയന്റ് അല്ലേ? To help someone to find a solution for their issue, to guide someone. ഒരാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശരി സാർ, ഒരു എംപവർമെന്റ് എന്ന് പറഞ്ഞൂടെ, ഒരു ശാക്തീകരണം, അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരെ ഒന്ന് എംപവർ ചെയ്യാം. യെസ്, അതായത് കൗൺസിലിംഗിന്റെ ആസ്പെക്ട്സിനെ കുറിച്ചാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞതിൽ ശരിയുണ്ട്. പക്ഷേ അതില് ചില കണക്ഷൻസ് ഉണ്ടാവണം നമ്മുടെ ആൻസേഴ്സിന്. അതായത് കൗൺസിലിംഗിലൂടെ ഒരാൾക്ക് സമാധാനം കിട്ടുന്നുണ്ട്, കൗൺസിലിംഗിലൂടെ ഒരാൾ എംപവേർഡ് ആകുന്നുണ്ട്. കൗൺസിലിംഗ് എന്നത് നമ്മൾ അവരെ കേൾക്കലാണ്, കൗൺസിലിംഗ് എന്നത് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കലാണ്. പക്ഷെ കൗൺസിലിങ്ങിനെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ ആദ്യമേ നമ്മൾ യഥാർത്ഥത്തിൽ നീക്കണം. അത് വളരെ രസകരമായ ഒരു തെറ്റിദ്ധാരണയാണ്. പൊതുവെ ആളുകൾ വിചാരിക്കുന്നത് കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തെ കുറിച്ചും ആർക്കും എപ്പോഴും ഉപദേശം കൊടുക്കാൻ പറ്റുന്ന ആള് എന്നാണ് കൗൺസിലേഴ്സിനെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ലോഹയിടാത്ത പുരോഹിതന്മാരാണ്, ഉപദേശികളാണ് എന്നാണ് ജനത്തിന്റെ പൊതുവായ ധാരണ. സത്യത്തിൽ ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു പരമപ്രധാനമായ ഭാഗം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ആരുടെയും പ്രശ്നം ഡയറക്റ്റ് ആയിട്ട് പരിഹരിച്ചു കൊടുക്കില്ല. അങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ വാട്ട് ഈസ് ദ ബേസിക് റിക്വയർമെന്റ്? ഒരു പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ നിബന്ധന എന്താണ്? വാട്ട് ഈസ് ദ ബേസിക് ഫാക്ടർ? ഒരു സൊല്യൂഷന് റെസൊല്യൂഷന് നമ്മൾ ശ്രമിക്കുമ്പോൾ to know the problem. എക്സാക്ട്ലി, ഒരു പ്രോബ്ലം നമ്മൾ ശരിയായി അറിയണം എന്നാണ്. അപ്പൊ ഡോക്ടേഴ്സ്, നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സ് അല്ല ശരിക്കും ഡോക്ടേഴ്സ് യഥാർത്ഥത്തിൽ ഡയഗ്നോസിസ് മാത്രം ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ്. പക്ഷെ നമ്മുടെയൊക്കെ ധാരണ അസുഖം വരുമ്പോൾ ചികിത്സിക്കുന്നവരാണ് ഡോക്ടേഴ്സ് എന്നാണ്. ഡോക്ടേഴ്സ് ശരിക്കും ചെയ്യേണ്ടത് ഡയഗ്നോസിസ് മാത്രമാണ്. എന്താണ് യഥാർത്ഥ പ്രശ്നം എന്നറിയലാണ് ഡോക്ടേഴ്സ് ചെയ്യുക. ശരിക്കും അതിനുള്ള മെഡിക്കേഷൻ, ഏത് മരുന്നാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഫാർമസിസ്റ്റ് ആണ് യഥാർത്ഥത്തിൽ തീരുമാനിക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ ഫാർമസിസ്റ്റിന് ഒരു ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നെടുത്ത് കൊടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. വളരെ മെക്കാനിക്കലായ വർക്കാണ് നമ്മുടെ നാട്ടിലെ ഫാർമസിസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. സത്യത്തിൽ തിയററ്റിക്കലി തന്നെ അത് വളരെ റോങ് ആയ ഒരു സാധനമാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ആ പ്രശ്നം അറിയണം. നമ്മള് ആർക്കും ഇന്ററാക്ട് ചെയ്യട്ടോ ഏത് സമയത്തും. സാർ അത് പറഞ്ഞപ്പോ ഈ ഗ്രൂപ്പിലുള്ള കുറെ ഫാർമസിസ്റ്റുകളുടെ മുഖത്ത് വന്ന ഒരു പുഞ്ചിരിയുണ്ട് സാർ. നല്ലൊരു കൗൺസിലറായി. അങ്ങനെ അതെ, അത് കൗൺസിലിങ്ങിന്റെ മറ്റൊരു റിസൾട്ടാണ്, ഔട്ട്പുട്ടാണ്, അല്ലെങ്കിൽ എന്താ പറയാ, അതിന്റെ ഒരു പ്രതിഫലനമാണ്. നമ്മുടെ മുമ്പിലുള്ളവരെ സന്തോഷിപ്പിക്കുക, അവരെ ചിരിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ അത് കോമഡി ഷോ ആകാനും പാടില്ലല്ലോ. ശരി, അപ്പോ ശരി, ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ അറിയുന്നത് ആരാണ്? ഒരു പ്രശ്നത്തെ കുറിച്ച് ധാരണയുള്ളവരാരായിരിക്കും? അത് അനുഭവിക്കുന്ന ആളായിരിക്കും. അപ്പൊ നമ്മുടെ അസുഖം പോലും നമ്മൾ ഡോക്ടേഴ്സിനോട് പറയുമ്പോൾ സത്യത്തിൽ ഈ തിരക്ക് പിടിച്ച ഡോക്ടേഴ്സിനൊന്നും ശരിക്കും ചികിത്സിക്കാൻ കഴിയില്ല.
ഒരു രോഗിയുടെ സകല സാഹചര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണമല്ലോ ചികിത്സിക്കാൻ. ഒരേ രോഗത്തിന് ഒരേ മരുന്നല്ല. രണ്ടാളുകൾ പനിയുമായി വരുമ്പോൾ രണ്ടാൾക്കും ഒരേ മരുന്ന് എഴുതി കൊടുക്കുന്നത് നല്ല ഡോക്ടേഴ്സ് അല്ല. ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അവിടെ ഉണ്ടാകും. അത് ഒരു അധ്യാപകൻ ക്ലാസ് മുറിയിൽ അനുഭവിക്കുന്നത് പോലെ തൻ്റെ മുന്നിൽ എത്തുന്ന ഒരേ അസുഖമാണെന്ന് പറഞ്ഞു വരുന്നവരിലുമുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ശരിക്കും ഒരു ഡോക്ടർ ഒരു എക്സ്പേർട്ട് ഡോക്ടറായിട്ട് മാറുന്നത്. അപ്പൊ അതുപോലെ നമ്മുടെ മുമ്പിൽ പല പ്രശ്നങ്ങളായിട്ട് ആളുകൾ വരും. ഇപ്പൊ നിങ്ങളൊക്കെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ചിരിക്കും. നിങ്ങളിങ്ങനെ കൗൺസിലിംഗ് കോഴ്സൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് കുറച്ച് ധാരണയ്ക്ക് വരുമ്പോൾ ഇപ്പൊ നമുക്ക് ശരിയാക്കി കളയാന്നൊക്കെ തോന്നും. അപ്പൊ നമ്മുടെ മുമ്പിൽ വരുന്ന ആ കേസസിന്റെ വെറൈറ്റി ചിലപ്പോ നിങ്ങൾ ഹൃദയം പൊട്ടി മരിക്കുന്ന സ്വഭാവത്തിലൊക്കെ ആയിപ്പോകും. വ്യക്തി ജീവിതത്തിലെ ചെറിയ സങ്കടങ്ങൾ പോലും വരുമ്പോൾ വളരെ സെൻസിറ്റീവ് ആകുന്ന ആളുകൾക്ക് പിന്നെ ഒരു കൗൺസിലറായിട്ടൊന്നും രംഗത്ത് വരാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് പരിചയമുള്ള ചില കുട്ടികൾ, എൻ്റെ സഹോദര സ്ഥാപനത്തിൽ ഞാൻ അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ പ്രിൻസിപ്പളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചില പാരന്റ്സ് ഇവിടെ ഉണ്ട്, ആ സ്കൂളിലെ പാരന്റ്സിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സഹോദര സ്ഥാപനമുണ്ട്, ഒരു വിമൻസ് കോളേജ് ഉണ്ട്, അൻസാർ വിമൻസ് കോളേജ് പെരുമ്പിലാവ്. അവിടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ അവിടെ ഈ കോഴ്സിന് ചേർന്ന ചില ആളുകളോട് ഞാൻ ചോദിക്കും എന്തുകൊണ്ടാണ് പിന്നെ ഈ കോഴ്സിന് ചേർന്നത്. ഒന്നുകിൽ അവർ പറയും, അല്ലെങ്കിൽ അവരുടെ പാരന്റ്സ് പറയുന്ന ഒരു കാരണം, മോള് വളരെ സെൻസിറ്റീവ് ആണ്, പിന്നെ അവൾക്ക് ഒരു ഇഷ്യൂസ് ഒക്കെ വന്നാൽ ഒന്ന് നേരിടാൻ പറ്റില്ല, അപ്പൊ സൈക്കോളജി പഠിച്ചിട്ട് അവളൊന്ന് എംപവേർഡ് ആകട്ടെ എന്നാണ് വെച്ചതെന്നാ പറയുക. അപ്പൊ ശരിക്കും അങ്ങനെയൊന്നും അല്ല. നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന കേസുകൾക്കനുസരിച്ച് നമ്മൾ ഒരുപാട് കാലിബർ കപ്പാസിറ്റി നമുക്ക് നേടേണ്ടി വരും. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചത് പ്രശ്നങ്ങൾ ശരിക്കും അത് അനുഭവിക്കുന്നവർക്കേ അറിയാൻ പറ്റുള്ളൂ. ആ അറിയുന്ന ആൾക്കാണ് ശരിയായ പരിഹാരവും നിർദ്ദേശിക്കാൻ പറ്റുക എന്നതാണ് നമ്മുടെ അടിസ്ഥാനം. അതാണ് നമ്മൾ എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഒരു ബണ്ടിൽ ഓഫ് സൊല്യൂഷൻസ് വെച്ചിട്ട് ആര് വന്ന് ചോദിച്ചാലും നമ്മുടെ ബണ്ടിൽ തുറന്ന് ഓരോ സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റും എന്നൊന്നും നമ്മൾ കരുതാൻ പാടില്ല. നമ്മുടെ മുമ്പിൽ എത്തുന്ന കൗൺസിലി അല്ലെങ്കിൽ ക്ലയന്റിനെ നമ്മൾ എംപവർ ചെയ്യിക്കുകയാണ് വേണ്ടത്. വി വിൽ മേക്ക് ദം എംപവേർഡ്. നേരത്തെ അക്ബർ സാർ പറഞ്ഞതുപോലെ we will make them empowered to solve their problems themselves. അപ്പോൾ ചോദ്യം വരും, നമ്മൾ പിന്നെ എന്തിനാ ഫീസ് വാങ്ങുന്നത്? അവരുടെ പ്രശ്നം അവരാണല്ലോ. അപ്പൊ വാട്ട് ഇസ് ദ റോൾ ഓഫ് എ കൗൺസിലർ എന്നത് വളരെ പ്രധാനമാണ്. അവിടെയാണ് ഏറ്റവും ക്രൂഷ്യലായ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അതായത് നമ്മുടെ മുമ്പിൽ പ്രശ്നവുമായിട്ട് ആളുകൾ വരിക, പ്രശ്നങ്ങളുടെ സൊല്യൂഷൻസിനെ കുറിച്ച് അവർക്ക് യാതൊരു ധാരണ ഉണ്ടാവില്ല. നമ്മുടെ സെഷൻസിലൂടെയാണ് ഈ പ്രോബ്ലംസ്, ഞാനിപ്പോ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് ഇന്ന പരിഹാരങ്ങളുണ്ട് എന്ന് ഒരാൾ അറിയുന്നത് നമ്മുടെ മുമ്പിൽ നമ്മുടെ കൗൺസിലിംഗ് ഡെസ്കിൽ വെച്ചായിരിക്കും. അപ്പൊ ഒരുപാട് ഓപ്ഷൻസ്, ചോയ്സസ് അയാളുടെ മുമ്പിൽ തെളിഞ്ഞു വരും. അപ്പൊ തന്നെ അയാൾക്ക് നല്ല സമാധാനമാവും. പ്രശ്നം പരിഹരിക്കേണ്ടതില്ല, പക്ഷെ ആ പ്രശ്നത്തിന് പല പരിഹാരങ്ങളുണ്ട് എന്ന് ബോധ്യമാകലാണ് യഥാർത്ഥത്തിൽ ഒരു ഹോപ്പ് കൊടുക്കുന്നു. നമ്മൾ പ്രതീക്ഷ കൊടുക്കുന്നു. പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ്, എൻ്റെ പ്രശ്നം എനിക്ക് പരിഹരിക്കാൻ കഴിയില്ല എന്ന് തോന്നുമ്പോഴാണ് കൗൺസിലറുടെ അടുത്തേക്ക് ഒരാൾ വരിക. അപ്പൊ അയാൾക്ക് നമ്മൾ പ്രതീക്ഷ കൊടുക്കുന്നു. ഇത് പറയാൻ വളരെ എളുപ്പമാണ്. വളരെ ജീവിതത്തിൽ നിരാശ ബാധിച്ചു പോയ അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോയ, അത് ഒരല്പം അത് ഒരു സിമ്പിൾ ഡിപ്രഷനൊക്കെ ആണെങ്കിലാണ് നമ്മുടെ കയ്യിൽ നിൽക്കുക. ദയവായി ഒരൊറ്റ സൈക്കോളജിസ്റ്റും വളരെ സിവിയർ ഡിപ്രഷനുള്ള ആളുകളുടെ കാര്യമൊന്നും ഏറ്റെടുക്കരുത്. ഒരു സൈക്കാട്രിസ്റ്റിന്റെ സപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾ കൈകാര്യം ചെയ്യരുത്. കാരണം പിന്നെ നിങ്ങളും കൂടി കുടുങ്ങും. അവരുടെ മരണത്തിന് നിങ്ങളും ഒരുപക്ഷെ നിയമപരമായോ ധാർമ്മികമായോ നിങ്ങളും കാരണക്കാരായി മാറും. അതുകൊണ്ട് ഡിപ്രഷൻ എന്നത് ശരിക്കും മെഡിക്കേഷൻ ആവശ്യമായി വരുന്ന തരത്തിലുള്ള ഒരു സൈക്കാട്രിക് ഇഷ്യൂ ആണ്. ഈ എവിടെയാണ് ഒരു സൈക്കോളജിസ്റ്റിന്റെ ലിമിറ്റ്, എവിടം വരെയാണ് എനിക്ക് പോകാൻ പറ്റുക, എവിടെയാണ് സൈക്കാട്രിസ്റ്റിന്റെ ഒരു സപ്പോർട്ട് വേണ്ടി വരിക എന്നതിനെ കുറിച്ചുമൊക്കെ നമുക്ക് ധാരണ വരും. അത് ഈ കോഴ്സ് ഇങ്ങനെ കുറെ മുമ്പോട്ട് പോകുമ്പോൾ ബൈ ദ എൻഡ് യു മേ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിമാർക്കേഷൻ ബിറ്റ്വീൻ എ സൈക്കോളജിസ്റ്റ് ആൻഡ് എ സൈക്കാട്രിസ്റ്റ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഒരാൾക്ക് നമ്മൾ പ്രതീക്ഷ കൊടുക്കും. നമ്മുടെ മുമ്പിൽ അല്പം പോലും ഓപ്പൺ അപ്പ് ആവാത്ത ആളുകളും ഉണ്ടാവും. അപ്പോ അവരെ ഓപ്പൺ അപ്പ് ആക്കുക എന്നതാണ് വളരെ റിസ്കി ആയിട്ടുള്ള ജോബാണ്. വളരെ ട്രാപ്പിലും ആയിപ്പോകും സൈക്കോളജിസ്റ്റ്. അതിനെക്കുറിച്ച് ചില ധാരണ. ഞാൻ ഇതിന്റെ ആമുഖം ഒരല്പം നീട്ടി പറയുന്നത് ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകൾ ചിലർ വളരെ ടോക്കറ്റീവ് ആയിരിക്കും. അപ്പൊ അവരെ കേട്ട് കഴിഞ്ഞാൽ നമ്മളൊരു അനാലിറ്റിക് മൈൻഡ് ഇല്ലെങ്കിൽ
അനാലിറ്റിക്കൽ മൈൻഡ് ഇല്ലെങ്കിൽ പെട്ടെന്ന് സംഭവിക്കുക എന്താന്ന് വെച്ചാൽ നമ്മൾ കക്ഷിയുടെ ഭാഗത്തേക്ക് അങ്ങ് പോകും. കക്ഷിയാണ് ശരി എന്ന് നമ്മൾ അറിയാതെ നമ്മുടെ മുമ്പിലെത്തിയ കക്ഷി ബോധ്യപ്പെടുത്തും. അപ്പൊ പിന്നെ ചികിത്സ വേണ്ടത് മറ്റുള്ള ആളുകൾക്കാണ് എന്നും നമുക്ക് തോന്നും. ഇത് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അബദ്ധമാണ്. കുറെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇനി മറ്റൊരു സാധ്യത എന്താന്ന് വെച്ചാല്, ശരിക്കും നമ്മുടെ അടുത്തേക്ക് ചിലപ്പോ സാധാരണ രോഗികളുടെ അടുത്തേക്ക് ഡോക്ടറുടെ അടുത്തേക്ക് രോഗി നേരിട്ട് വരും, അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡർ വരും. പക്ഷെ രോഗത്തെക്കുറിച്ച് ഡോക്ടറോട് മിക്കവാറും സംസാരിക്കുക രോഗി തന്നെയായിരിക്കും. കൂടെ വരുന്ന ആളെക്കാൾ ചിലപ്പോ രോഗിയോട് തന്നെയായിരിക്കും ഡോക്ടർ കാര്യങ്ങൾ ചോദിക്കുക. ഒരുപക്ഷെ അംനേഷ്യ പോലെ, ബോധമില്ലായ്മ പോലെയുള്ള അസുഖമുള്ള ആളുകളുടെ കേസിലാണ് ബൈസ്റ്റാൻഡർ, കുറച്ച് നന്നായി പറയാൻ പറ്റുന്ന ആളുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ രോഗിയോടാണ് സംസാരിക്കുക. ഈ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് വരുന്ന കേസുകളിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഒരാൾ കടന്നു വരും, സാർ എനിക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ട്, ഞാനൊരു ഇഷ്യൂലാണ് എന്ന് പറഞ്ഞു വരുന്നത് അപൂർവമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് ഒരുപക്ഷെ വളരെ പ്രായം കുറഞ്ഞ നല്ല എഡ്യൂക്കേറ്റഡ് ആയ ഈ ഫീൽഡിനെ കുറിച്ച് ധാരണയുള്ള ആളുകൾ ഡയറക്റ്റ് ആയിട്ട് വരും. അല്ലാത്ത ഏതാണ്ട് 95% കേസുകളും നമുക്ക് റെഫർ ചെയ്യുക അവരുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആയിരിക്കും. ഇപ്പോ ഭാര്യയെ കുറിച്ച് ഭർത്താവ് പറയും, അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറയും, അല്ലെങ്കിൽ കുടുംബ ബന്ധുക്കൾ പറയും. അതുപോലെ മക്കളെ കുറിച്ച് മിക്കവാറും രക്ഷിതാക്കളാണ് നമ്മുടെ അടുത്തേക്ക് വരിക. എന്റെ മോനിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇപ്പൊ ഓൺലൈൻ കാലമായതുകൊണ്ട് ഇപ്പൊ കംപ്ലീറ്റ് അഡിക്റ്റഡ് ആണ്, എങ്ങനെയെങ്കിലും എന്റെ മോനെ ഒന്ന് രക്ഷിക്കണം, ഇപ്പോ ഒരു സംസാരമില്ല, വാതിലടച്ച് ഇരുത്തമാണ്, എപ്പോഴും മൊബൈലിലാണ്, രാത്രി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ വരിക. അപ്പൊ നമുക്ക് റെഫർ ചെയ്യുന്നത് അവരുടെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ ആദ്യമേ പറയാം, എല്ലാ സൈക്കോളജിസ്റ്റിനോടും അല്ലെങ്കിൽ ബഡ്ഡിംഗ് സൈക്കോളജിസ്റ്റിനോടും ഞാൻ പറയാം, ഒരു കാരണവശാലും യു ഷുഡ് നോട്ട് ബി വാഷ്ഡ് അവേ ബൈ ദ വേർഡ്സ് ഓഫ് ദ വൺ ഹൂ റെഫേഴ്സ് ദ കേസസ് ടു യു. ആരാണോ നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നത് അവരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ വിശ്വസിച്ചു പോകരുത്. എന്ന് പറഞ്ഞാൽ ഭാര്യയെ കുറിച്ച് ഭർത്താവ് ഇങ്ങനെ കുറെ പറയും, അത് കേട്ടിട്ട് ഭാര്യയ്ക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ട്, അതിൻ്റെ അടുത്താണ് വരുന്നത്, അപ്പൊ ഭാര്യയാണ് കൗൺസിൽ ചെയ്യേണ്ടത് എന്ന നിഗമനത്തിൽ കൗൺസിലിങ്ങിന് മുമ്പ് ഒരിക്കലും നിങ്ങൾ ആവരുത്. നെവർ ബി പ്രെജുഡൈസ്ഡ്. മുൻവിധിയോടുകൂടി ഒരു കേസിനെ നിങ്ങൾ സമീപിക്കരുത്. ഒരുപക്ഷെ ഫസ്റ്റ് സെഷൻ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണോ കേസ് റെഫർ ചെയ്തത് അയാൾക്കാണ് സത്യത്തിൽ കൗൺസിലിംഗ് ആവശ്യമുള്ളത്. അതുപോലെ ചിലപ്പോ മക്കളെ കുറിച്ച് രക്ഷിതാക്കൾ പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വരും. പക്ഷെ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ വിവേകമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും കൗൺസിലിംഗ് ആവശ്യമുള്ളത് മാതാപിതാക്കൾക്കാണ്, കുട്ടികൾക്കല്ല. അല്ലെങ്കിൽ തന്നെ ഒരുപാട് ആളുകൾ ചതിക്കപ്പെടുന്ന ഒരു മേഖലയാണ്. സത്യത്തിൽ കൗൺസിലിംഗ് എന്നത് കുട്ടികൾക്ക് ഇല്ലാത്ത ഒരു കാര്യം. കുട്ടികൾക്ക് കൗൺസിലിംഗ് ഇല്ല. യഥാർത്ഥത്തിൽ കുട്ടികളുടെ ഇഷ്യൂസിന് കൗൺസിലിംഗ് നമ്മൾ കൊടുക്കുക രക്ഷിതാക്കൾക്കാണ്. ഇതറിയാതെ ഇതിനെ ഒരു ചൂഷണമായി ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ കുട്ടികളെ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് ഉണ്ട്, ഞാൻ പറയുന്നത് അവരുടെ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്, സൈക്കോ തെറാപ്പിയെ കുറിച്ചാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് ഇല്ല. നമ്മൾ അവരുടെ നിയറസ്റ്റ് റിലേറ്റീവ്സിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കൗൺസിൽ ചെയ്യുക. അപ്പൊ ഇതൊക്കെ അതിന്റെ പ്രാഥമികമായ ചില ധാരണകൾ ഉണ്ടാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇപ്പോ കൗൺസിലിങ്ങിലൂടെ നമ്മൾ ശ്രമിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ഓപ്പൺ അപ്പ് ആവാത്ത ആളുകൾ ഉണ്ടാവും, അവരോട് നല്ല റാപ്പോ ബിൽഡിംഗ് ആണ്. ചിലപ്പോൾ ഒന്നാമത്തെ സെഷനിലൂടെ ഒന്നും നടക്കില്ല, നമ്മൾ ജസ്റ്റ് പരിചയപ്പെട്ട് കുശലം അന്വേഷിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുന്നതിന് മറുപടി പറയാൻ പ്രാപ്തമാക്കിയൊക്കെ നമ്മൾ വിടുകയെ ചെയ്യുക. ഒരു ആക്റ്റീവ് ലിസണിങ് ആണ് സത്യത്തിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ കേൾക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നല്ല റാപ്പോ ബിൽഡ് ചെയ്ത ശേഷം ഒരുപക്ഷെ രണ്ടാമത്തെ മൂന്നാമത്തേക്ക് സെഷനിൽ, അല്ലെങ്കിൽ ചിലപ്പോ റാപ്പോ ബിൽഡിങ്ങിന് തന്നെ 3-4 സെഷൻസ് ഒക്കെ വേണ്ടി വരും. ഒരിക്കലും നിങ്ങൾ തുടർച്ചയായി കൗൺസിലിങ്ങിന് ആരെയും ക്ഷണിക്കരുത്. ഇന്ന് വന്ന ആളെ നിങ്ങൾ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരൂ, നമ്മുടെ ഡോക്ടേഴ്സ് പറയുന്നത് പോലെ 3 ദിവസം കഴിഞ്ഞ് വരൂ, ഒരാഴ്ച കഴിഞ്ഞ് വരൂ എന്നൊന്നും പറയരുത്. ചിലതൊക്കെ നമുക്ക് 2 വീക്സ് അല്ലെങ്കിൽ 1 മന്ത് ഒക്കെ എടുത്തിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ശരി, അങ്ങനെ നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് പ്രശ്നമൊക്കെ കേട്ട ശേഷം അതിന്റെ ചോയ്സസിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തിയിട്ട് കൗൺസിൽ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ ചോയ്സസിൽ അയാൾക്ക് ഫിറ്റായത് ഏതാണ് എന്ന് കണ്ടെത്താൻ അയാളോട് തന്നെ സജസ്റ്റ് ചെയ്യലാണ്. ഇപ്പൊ ഒരു ബ്രോക്കൺ റിലേഷൻ ആണ് നിങ്ങളുടെ മുമ്പിൽ വന്ന ഇഷ്യൂ എന്ന് വിചാരിക്കുക. ഹസ്ബൻഡും വൈഫും കൂടി വരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും മുൻകൈ എടുത്തിട്ട് നിങ്ങളടുത്ത് വരുന്നു. തൊലാഖാണ് ഇപ്പോൾ അവരുടെ മുമ്പിലുള്ള പരിഹാരം. പക്ഷെ അതിനു മുമ്പ് പിന്നെ ഒരു കൗൺസിലറെ കണ്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞു വരുന്നു. അപ്പൊ ഒരിക്കലും നിങ്ങൾ തീരുമാനിക്കരുത്, അതായത് ഇവരെ ഇപ്പോ എന്റെ ഇടപെടലിലൂടെ ഇപ്പൊ ഒരുമിപ്പിച്ച് നല്ല ഇവിടെ നടക്കുന്ന കല്യാണം നാളെ സ്വർഗത്തിലേക്കും കൂടിയാണ്, അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഇണ പിരിയാത്ത പ്രാവുകളായി നിങ്ങൾ ഇങ്ങനെ വിരാജിക്കണം,
എന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ അവരെ കൂട്ടിയോജിപ്പിക്കണം എന്ന് തുടക്കത്തിൽ തീരുമാനിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രണയ കേസ് വരുന്നുണ്ട്. പ്രണയ കേസ് വരുമ്പോഴേക്കും രക്ഷിതാവാണ് പിടിച്ചിട്ടുണ്ട്, എന്റെ മോള് നന്നായി പഠിക്കണ കുട്ടിയാണ്, വലിയ കുഴപ്പമില്ല, ഞങ്ങൾ നല്ല ആഠ്യത്വമുള്ള കുടുംബത്തിൽപ്പെട്ടതാണ്, ഇപ്പൊ കോളേജിൽ പോയി തുടങ്ങിയപ്പോ അവിടെ ഒരു ചെക്കനുമായിട്ട് അവന് യാതൊരു നിലവാരമില്ല, നല്ല കുടുംബത്തിൽപ്പെട്ടതല്ല, നമ്മുടെ ജാതിയിൽപ്പെട്ടതല്ല, നമ്മുടെ ജാതി ആയിരുന്നെങ്കിൽ പിന്നെയും നോക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വർത്തമാനം പറഞ്ഞ് ഭയങ്കര പക്വതയുള്ള വർത്തമാനം പറഞ്ഞു വരും. ഇത് കേട്ടിട്ട് ഇപ്പൊ ചെയ്യേണ്ടത് ഈ പെണ്ണിനെയും ആണിനെയും കൂടി പിരിച്ച് ഈ എല്ലാ പ്രേമവിവാഹങ്ങളും പരാജയമാണ്, നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല, ഇത് അപകടമാണ്, രക്ഷിതാക്കളുടെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത് എന്ന രീതിയിലുള്ള നിലപാടാണ് വളരെ മൂല്യവത്തായ നിലപാട് എന്നും സൈക്കോളജിസ്റ്റ് ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇപ്പൊ ഞാൻ ചില ഉദാഹരണങ്ങളിലൂടെ വളരെ നിഷ്കളങ്കതയോടുകൂടി മുൻവിധിയില്ലാതെ ആരാണോ റെഫർ ചെയ്തത് അവരുടെ വാർത്തകളെ വർത്തമാനങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കാതെ ഒരു ശുദ്ധ മനസ്സുമായിട്ടാണ് നിങ്ങൾ കൗൺസിലിംഗ് ടേബിളിൽ ഉണ്ടാവേണ്ടത് എന്നാണ് ഞാൻ ആമുഖമായി ഇത്രയും നേരം കുറഞ്ഞ വാക്കുകളിൽ, ഇത്രയല്ല കുറെ നീട്ടി പറയേണ്ടതാണ്, പക്ഷെ നമുക്ക് 2 സെഷൻ കൊണ്ട് നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ചും കുറച്ച് ധാരണ ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് എൻ്റെ ആമുഖം ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ അങ്ങനെ വളരെ മനസ്സിലൊന്നുമില്ലാതെ മുൻവിധിയില്ലാതെ നമ്മൾ സമീപിക്കുന്ന ഒരു കൗൺസിലിംഗ്. ഇനി അടുത്ത പ്രശ്നം, അപ്പൊ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും വരുന്ന കൗൺസിലി അല്ലെങ്കിൽ ക്ലയന്റിനെ എംപവർ ചെയ്യുന്നതാണ്. ഓക്കെ, ആ എംപവർ ചെയ്യുന്നത് അയാളുടെ പ്രോബ്ലം അയാൾ തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എംപവർമെന്റ് ആണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന രീതി അയാളെ വ്യക്തമായി കേൾക്കലാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കിപ്പോൾ വ്യക്തമായി. ഇനി ഈ കൗൺസിലിംഗ് എന്നതും സൈക്കോ തെറാപ്പി എന്നതും തമ്മിലുള്ള ഒരു ഡിമാർക്കേഷൻ തുടക്കത്തിൽ തന്നെ അറിയണം. എന്താണ് കൗൺസിലിംഗ്, എന്താണ് സൈക്കോ തെറാപ്പി? ശരിക്കും കൗൺസിലിങ്ങിന് ഞാൻ പറയുക, ഇഫ് യു വാണ്ട് യു ക്യാൻ ഫിനിഷ് ഇറ്റ് ഇൻ എ സിംഗിൾ സെഷൻ. ഒറ്റ ഒരു സെഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ അവസാനിപ്പിക്കാൻ പറ്റും. അതൊരു ഷോർട്ട് ടേം പ്രോസസ് ആണ് ശരിക്കും കൗൺസിലിംഗ്. അതേ സമയത്ത് സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് ടൈം, ഒരു ലോങ് പീരീഡ് ഉണ്ടാവും. ഒരു ട്രീറ്റ്മെന്റ് ആണത്. നമ്മൾ സാധാരണ ക്യാൻസറിനെയൊക്കെ ചികിത്സിക്കുന്ന മാതിരി അത് ഫിസിക്കലാണ്. സത്യത്തിൽ ഇമ്പാക്ട് കൂടുതലുള്ളത് സൈക്കോളജിക്കൽ ഇമ്പാക്ഷൻ ആണ്, ഫിസിക്കൽ അല്ല. ഇപ്പൊ ഒരാൾ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ആ അടിയുടെ വേദന കുറച്ച് അങ്ങ് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. ചിലപ്പോൾ ശരീരം നന്നായി തിണർത്തിട്ടുണ്ടാവും, അത് കുറെ തടവിയിട്ടോ അല്ലാതെയൊക്കെ ആ തിണർപ്പൊക്കെ മാറ്റാൻ പറ്റും. വെൻ ദ മാർക്സ് ഇൻഫ്ലിക്റ്റഡ് ഓവർ ദെയർ ഇറ്റ്സ് ഓവർ, അതിന്റെ ഇമ്പാക്റ്റും കഴിഞ്ഞാൽ അതാണ് ഫിസിക്കൽ പെയിൻ. ഫിസിക്കൽ പെയിൻ പെട്ടെന്ന് ഇല്ലാതാവും. അതേ സമയത്ത് സൈക്കോളജിക്കൽ പെയിൻ എന്ന് പറയുന്നത് മനസ്സിനാണ് ഒരു മുറിവേറ്റത്. ഒരു ഭാര്യയും ഭർത്താവും വളരെ വളരെ സന്തോഷത്തോടെ ഐക്യത്തോടെ ഒരു കുടുംബജീവിതം നയിച്ചു പോകുമ്പോഴാണ് ഭർത്താവിന്റെ ഒരു പരസ്ത്രീ ഗമനത്തെ കുറിച്ച് ഒരുപക്ഷെ സത്യസന്ധമല്ലാത്തായിരിക്കാം അങ്ങനെ ഒന്ന് കേൾക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ഹാപ്പി ആയിട്ട് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഒരു പെമ്പറം നോത്തി ഒരു കുട്ടിയും പിടിച്ചു വന്നിട്ട്, നിങ്ങൾ എത്ര കാലമായി എനിക്ക് ചെലവിന് വരുന്നില്ല, ഈ കുട്ടിയും എന്നെയും നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് കുറെ കാലമായല്ലോ ഇങ്ങനെ നടക്കുന്നു മാന്യനായിട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുമ്പിൽ തന്നെ ഭർത്താവ് നമ്മളും കൂടി പോവാൻ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷോക്ക് ഉണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ അതിനെ സൈക്കോ തെറാപ്പിയിലൂടെയാണ് അത് പരിഹരിച്ചെടുക്കേണ്ടത്. അപ്പോൾ സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് ടേം ട്രീറ്റ്മെന്റ് ആണ്. അത് മനസ്സുമായി ബന്ധപ്പെട്ട ഒരു ലോങ് ടേം ട്രീറ്റ്മെന്റ് ആണ്. കൗൺസിലിങ്ങും മനസ്സുമായി ബന്ധപ്പെട്ടതാണെങ്കിലും പലപ്പോഴും അത് ഷോർട്ടാണ്. പക്ഷെ ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വളരെ അധികം പഴക്കമില്ലാത്ത ഒരു ബ്രീഫ് തെറാപ്പി എന്നുള്ള ഒരു തെറാപ്പി വന്നിട്ടുണ്ട്. ഇഫ് യു ഗോ ടു ഗൂഗിൾ യു വിൽ ഗെറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് ദാറ്റ്. ബ്രീഫ് തെറാപ്പി എന്ന് പറയുന്നത് യൂറോപ്പിൽ ഇപ്പൊ ആളുകൾക്ക് ഏറ്റവും സമയമില്ലാത്തത് യൂറോപ്പിലാണ്. എന്തും ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് യൂറോപ്യൻ കൺട്രീസിലാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നിനും അവർക്ക് നേരമില്ല. അപ്പൊ കൗൺസിലിങ്ങിനും ഒരുപാട് സെഷൻ എടുക്കാനൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് പരിഹാരം തേടണം. അപ്പൊ അതുകൊണ്ട് സാധാരണ സൈക്കോ തെറാപ്പിയിൽ നമ്മൾ അതിന്റെ ഒരു റൂട്ടിലേക്ക് നമ്മൾ പോകും. ഡിഗ് ഔട്ട് ചെയ്ത് അതിന്റെ റൂട്ട് കോസ് എന്താന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചിലപ്പോൾ അത് ട്രീറ്റ് ചെയ്യുക. പക്ഷേ യൂറോപ്യൻ കൺട്രീസിൽ അങ്ങനെ ലോങ് ട്രീറ്റ്മെന്റിന് അല്ലെങ്കിൽ ഒരുപാട് സെഷൻസിന് ആളുകൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വളരെ ഷോർട്ടായിട്ട് എങ്ങനെ ഒരു തെറാപ്പി ചെയ്യാം എന്ന ഒരു ചർച്ചയിലും ചിന്തയിലും ഗവേഷണത്തിലുമാണ് ബ്രീഫ് തെറാപ്പി എന്ന ഒരു തെറാപ്പി ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ട്. എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് ഇന്ത്യയിലെ അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രൊപ്പൗണ്ടന്റ് അല്ലെങ്കിൽ എക്സ്പോണന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവൻ കോഴിക്കോടുകാരനാണ്.
അവനാണ് ഇന്ത്യയിലെ ബ്രീഫ് തെറാപ്പിയിൽ റിസർച്ച് ഒക്കെ ചെയ്തിട്ട് അതിന്റെ ഒരു ഫസ്റ്റ് റണ്ണർ അല്ലെങ്കിൽ ഫോർ റണ്ണർ ഇന്ത്യയിൽ എന്നൊക്കെ പറയാവുന്നത് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ബ്രീഫ് തെറാപ്പി എന്നത് വളരെ വ്യത്യസ്തമായ ഒരു സാധനമാണ്. അല്ലാതെ ഉള്ള സൈക്കോ തെറാപ്പിയൊക്കെ ലോങ് പീരീഡിലാണ്, കൗൺസിലിംഗ് വളരെ ചെറുതാണ്. ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ ഒരു കൗൺസിലിംഗിന്റെ ഒരു പ്ലാറ്റ്ഫോമും ബാക്ക്ഗ്രൗണ്ടും. യെസ്, ഇനി ഈ സ്പിരിച്വൽ കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ സ്പിരിച്വൽ കൗൺസിലിംഗ്? പിന്നെ ഒരു പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിൽ അതായിരിക്കാം വാട്ട് ഈസ് മെന്റ് ബൈ, അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ സ്പിരിച്വൽ കൗൺസിലിംഗ്. എന്താണ് സ്പിരിച്വൽ കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ അങ്ങോട്ട് പറയുന്നതിന് പകരം ഐ വിഷ് ടു ഹിയർ ഫ്രം എമംഗ് യു. ഒന്നോ രണ്ടോ ആളുകൾ ഇപ്പോ ഉള്ള അറിവ് വെച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക, എന്താണ് ഈ സ്പിരിച്വൽ കൗൺസിലിംഗ്? ദൈവിക നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുക, അതായിരിക്കില്ലേ? അങ്ങനെയും നമുക്ക് മനസ്സിലാക്കി എടുക്കാം. അത് ശരിയാണോ എന്നത് നമുക്ക് അങ്ങോട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ പരിശോധിക്കാം. ഒരു വിശദീകരണം അതാണ്, അല്ലെങ്കിൽ ഒരു നിലപാട് അതാണ്. ദൈവിക നിയമങ്ങൾ അനുസരിച്ച് ഒരു കൗൺസിലിയെ നമ്മൾ മെരുക്കിയെടുക്കുക എന്നതാണ് സ്പിരിച്വൽ കൗൺസിലിംഗ് എന്നതാണ് ഒരു വായന. അത് ശരിയാണോ നമുക്ക് പരിശോധിക്കണം. വേറെന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ വാക്ക് കേൾക്കുമ്പോൾ? അതിലൂടെ മാനസികമായിട്ടുള്ള ശക്തി കൊടുക്കുക. ഓക്കെ, ആ പ്രോസസ്സിലൂടെ മാനസികമായ ശക്തി, ഒരു ഡിവൈൻ ടച്ചിലൂടെ നമ്മുടെ കൗൺസിലിക്ക് ഒരു മെന്റൽ സ്ട്രെങ്ത്, ഒരു മെന്റൽ കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, ആത്മീയതയിലൂടെ സമാധാനം നൽകുക. ആത്മീയതയിലൂടെ സമാധാനം നൽകുക. ഓക്കെ, പിന്നെ ഒരു ഡിവൈൻ ഇന്റർവെൻഷന്റെ പോസിബിലിറ്റികളെല്ലാം തന്നെ ഈ ഒരു സൈക്കോളജിയിൽ അല്ലെങ്കിൽ കൗൺസിലിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അതെ, ഒരു ഡിവൈൻ സെറ്റിംഗ്സിൽ അല്ലെങ്കിൽ ഡിവിനിറ്റിയുമായി ബന്ധപ്പെട്ട ടൂൾസോ ടെക്നിക്സോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഇന്റർവെൻഷൻസ് നടത്തുക. ഓക്കെ, ശരി. ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഇപ്പൊ പറഞ്ഞ എല്ലാ മറുപടികളിലും ഉണ്ടായിരുന്നത് ഒരു റിലീജിയനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് നമുക്ക്. അത് മേ ബി ഇസ്ലാം ഓർ ക്രിസ്ത്യാനിറ്റി ഓർ ജൂയിസം, ബുദ്ധിസം, ജൈനിസം, ഏതെങ്കിലും ഒക്കെ ഉള്ള വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു റിലീജിയസ് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് മറുപടികൾ വന്നത്. ഞാൻ ചോദിക്കുന്നു, ഹൗ ക്യാൻ യു സേ ദാറ്റ് ദ റിലീജിയസ് വാല്യൂസ്, ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മതത്തിന്റെ ചിട്ടവട്ടങ്ങളിൽ നിന്നുകൊണ്ട് ഒരു കൗൺസിലർ ഡീൽ ചെയ്യുന്നത് വിൽ ഇറ്റ് ബി പ്രൊഫഷണലി കറക്റ്റ്? പ്രൊഫഷണലി അങ്ങനെ ചെയ്യാൻ കഴിയില്ല. പ്രൊഫഷണലി അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഞാൻ ക്രോസ് കൾച്ചറൽ അവയർനെസ് ഉള്ള വേണ്ടി വരില്ല, ഒരു ക്രോസ് കൾച്ചറൽ അവയർനെസ് വേണ്ടി വരില്ല. കാരണം ബീങ് എ ക്രിസ്ത്യൻ ഐ മേ ഫീൽ മൈ എന്താ പറയാ കാസ്റ്റ് അല്ലെ എന്റെ മതാണ് റൈറ്റ് എന്ന് വിചാരിക്കും. ബട്ട് there is another version of എന്താ പറയാ വേറൊരു മതത്തിനുണ്ടാവും. അപ്പോ ഞാനൊരു ഉദാഹരണം വളരെ കറക്റ്റ് ആണ് ഇപ്പൊ പറയുന്നത്. അത് ഞാൻ തോമസ് സാറല്ലേ പറഞ്ഞത് ഇപ്പൊ അല്ലേ? എന്താണ്? ഹലോ, മതപരമായിട്ടല്ലാതെ ഓരോ ഇൻഡിവിജ്വലിന് അവരുടേതായ വിശ്വാസങ്ങൾ ഉണ്ടാവും. ഒരിപ്പം മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. ചില മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യൻസിന്റെ ചിലത് വിശ്വാസത്തിലുണ്ടാവും. അങ്ങനെ അവരുടേതായ വിശ്വാസങ്ങൾ വെച്ച് അവരുടെ കാര്യങ്ങളൊക്കെ മെന്റലി നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നതല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ്, അതായത് ഒരു സ്പിരിച്വൽ കൗൺസിലിംഗ് എന്ന കോൺസെപ്റ്റ് വരുന്നത് തന്നെ ഒരു നമ്മുടെ ഈ പുതിയ നൂറ്റാണ്ടിലാണ് കുറച്ചുകൂടി ആ രീതിയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള റിസർച്ച്. ഒരുപാട് റിസർച്ച് നടന്നിട്ടുണ്ട്, ഒരുപാട് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതിലൊക്കെ ഈ പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് അതിൽ മുഴുവൻ വരുന്നത്. മീൻസ് ഒരു പർട്ടിക്കുലർ റിലീജിയന്റെ ബേസിൽ നിന്നുകൊണ്ട് അതിന്റെ ഒരു ടൂൾസ് ഉപയോഗിച്ചുള്ള ഇന്റർവെൻഷൻസിനെ കുറിച്ചാണ് ഒരു ഇവാഞ്ചലിസ്റ്റ് ആ ഒരു ലൈനിലാണ് പോകുന്നത്. അല്ലെങ്കിൽ ഒരു മുസ്ലിം സെറ്റപ്പിലുള്ള ഒരു കൗൺസിലിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ശരിക്കും ഞാൻ ചോദിക്കുന്നത്, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുന്നത്, അതെങ്ങനെ ശരിയാവുക? മീൻസ് ഒരു പർട്ടിക്കുലർ റിലീജിയന്റെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു ഇന്റർവെൻഷൻസ് നടത്തുന്നത് ശരിയായിരിക്കുമോ? ഇപ്പൊ നേരത്തെ ആരോ പറഞ്ഞു ഒരു ക്രോസ് കൾച്ചർ ശരിയായിരിക്കില്ല. അപ്പൊ അവരുടെ നമ്മുടെ ക്ലയന്റിന്റെ ബിലീഫ് ഏതാണോ
അതിനനുസരിച്ച് ഒരു സൊല്യൂഷനിലേക്കോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു തെറാപ്പി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇതിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കണം. നമ്മളാണ് അവിടെ മാറേണ്ടത്. One of the points is that religion എന്നതും സ്പിരിച്വാലിറ്റി എന്നതും അത് ഒരു സിനോണിം ആണോ എന്നത് നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. ഒരു പോയിന്റ് ഇവിടെ ക്ലിയർ ആണ്. അതായത് ഒരു കൗൺസിലറുടെ ബിലീഫ് സിസ്റ്റം നമുക്കൊരിക്കലും കൗൺസിലിംഗിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അത് പിന്നെ അതിന്റെ എത്തിക്സ് തന്നെ വിരുദ്ധമാണ്. അതൊരിക്കലും നമ്മൾ ഇതിന്റെ ഭാഗമാക്കി എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇഷ്യൂസ് ഡീൽ ചെയ്യുമ്പോൾ, ഞാൻ ഒരു ഉദാഹരണം പറയാം. കോഴിക്കോട് ജില്ലയിലെ ഞാൻ ഹാൻഡിൽ ചെയ്ത ഒരു കേസാണ് ഒരു പെൺകുട്ടിയുടെ മൾട്ടിപ്പിൾ റിലേഷൻ. പെൺകുട്ടി വളരെ സുന്ദരിയാണ്, നല്ല ഒരു സാമ്പത്തിക ശേഷിയുള്ള, നല്ല റിലീജിയസ് ആയിട്ടുള്ള, നല്ല സോഷ്യൽ സ്റ്റേറ്റസ് ഉള്ള ഒരു ഫാമിലിയിലുള്ള കുട്ടിയാണ്. അവളും ബേസിക്കലി വളരെ റിലീജിയസ് ആണ്. മസ്കറ്റിലൊക്കെയാണ് പഠിച്ചത്. നല്ല ഇംഗ്ലീഷ് ഫ്ലുവൻസി ഒക്കെ ഉള്ളൊരു മുസ്ലിം പെൺകുട്ടിയാണ്. നന്നായി കവിതയൊക്കെ എഴുതും, ഇംഗ്ലീഷിലും മലയാളത്തിലും കവിതയൊക്കെ എഴുതും. അവള് പ്രേയറിന് പോലും കോൺഗ്രഷന് ഒരു ജമാഅത്ത് നമസ്കാരത്തിനൊക്കെ നേതൃത്വം നൽകുന്ന കുട്ടിയാണ്. പക്ഷെ കുട്ടിക്കുള്ള ഒരു പ്രശ്നം ഈ മൾട്ടിപ്പിൾ റിലേഷൻ ആണ്. അത്യാവശ്യം മൊഞ്ചുള്ള ആരെ കണ്ടാലും, വെദർ ഇറ്റ്സ് എ ബാച്ചിലർ ഓർ എ മാരീഡ് പേഴ്സൺ, ഷി വിൽ ട്രൈ ടു ഗെറ്റ് കണക്റ്റഡ് ടു ദാറ്റ് പേഴ്സൺ. നമ്പർ വാങ്ങുക, ഫോൺ ചെയ്യുക, നെറ്റിൽ ചാറ്റ് ചെയ്യുക, ഈ ഒരു റിലേഷൻ ആണ്. അപ്പോ പിന്നെ ഇതില് രക്ഷിതാക്കൾ വളരെ അസ്വസ്ഥരായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറൽ സെറ്റിങ്സ്, അല്ലെങ്കിൽ കേരളീയ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇതിനെ വളരെ മോശമായ ഒരു കാര്യമായിട്ടാണ് കാണുക. അവിടെ പിന്നെ നമുക്ക് പലതും വർക്കൗട്ട് ആവും. മീൻസ് ഒരു മുസ്ലിം ഒരു കമ്മ്യൂണിറ്റിയിൽ അത് തന്നെ വളരെ റിലീജിയസ് ആയ ഒരു ഓർത്തഡോക്സ് ലൈനിലൊക്കെ ഉള്ള ഒരു ഫാമിലി സെറ്റപ്പിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനെ വളരെ ഭീകരമായി കണ്ടുകൊണ്ടുള്ള, ആ കുട്ടിക്ക് സ്വന്തം സഹോദരൻ ഒരുപാട് അടി കൊടുത്തിട്ടുണ്ട്, ആ കുട്ടിയുടെ ഫാദർ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ അടുത്തേക്ക് ഈ കേസ് യഥാർത്ഥത്തിൽ വരുന്നത്. ഞാൻ അവരെ ഒന്ന് നിലയ്ക്ക് വെച്ചാൽ ഒന്ന് നോർമൽ ആക്കിയത്. അവരുടെ ഫാമിലി ആളുകളെയൊക്കെ, അച്ഛനെയും അമ്മയും സഹോദരങ്ങളൊക്കെ നിലയ്ക്ക് നിർത്തിയത്. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. ഈ പെൺകുട്ടി അമേരിക്കയിലെ ഒരു കുടുംബത്തിലാണ് പിറന്നതെങ്കിൽ വാട്ട് വിൽ ബി യുവർ ആറ്റിറ്റ്യൂഡ്? അങ്ങനെ ഒരു കുട്ടിയെ കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്നതെങ്കിൽ, അമേരിക്കയിൽ ജനിച്ച, അവിടെ എന്ന് വെച്ചാല് പ്രീ മാരിറ്റൽ സെക്സ് പോലും വളരെ വ്യാപകമാണ്. അതിനെ ന്യായീകരിക്കുകയല്ല, നമുക്ക് അതിനോട് യോജിപ്പുണ്ടോ ഇല്ലയെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ അതിന്റെ ഒരു പ്രൊഫഷണൽ സെറ്റിങ്സിൽ അത് ഡീൽ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന ഒരു നോർമൽസിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റത്തെ ഇമ്പോസ് ചെയ്യാനുള്ള ഒരു ടേബിൾ ആകരുത് നമ്മുടെ കൗൺസിലിംഗ് ഡെസ്ക്. നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുകളും നമ്മുടെ മൂല്യബോധവും ഒക്കെ ഉണ്ടാവും. അത് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഇടമാകരുത്. കാരണം എനിക്ക് തന്നെ നല്ല പരിചയമുണ്ട്. ഞാനൊരു പെൺകുട്ടികൾക്കുള്ള ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ് ഹാൻഡിൽ ചെയ്തു. അപ്പോൾ ഓർഗനൈസേഴ്സ് ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാമുകൾ ചെയ്യുന്ന, ഈസ് ബേസിക്കലി നോട്ട് എ കൗൺസിലർ, ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന മറ്റൊരാളെ കൂടി ആ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി. അപ്പോ എന്നിട്ട് അവിടെ സംസാരിക്കുമ്പോൾ ഈ പ്രേമവുമായി ബന്ധപ്പെട്ട വിഷയം ഡീൽ ചെയ്യുമ്പോൾ വളരെ ഒരു ഓർത്തഡോക്സ് ക്ലാസിക്കൽ സ്റ്റൈലിലായിരുന്നു ഡീൽ ചെയ്യുന്നത്. അതായത് ഒരു കാരണവശാലും പ്രേമം, സ്നേഹം എന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അച്ഛനും അമ്മയും എങ്ങനെയാണോ കണ്ടെത്തി കൊണ്ടുവരുന്നത് അതിനെ നമ്മൾ അംഗീകരിക്കണം എന്ന രീതിയിലാണ് കംപ്ലീറ്റ് ട്യൂണിങ് പോയത് ആ ക്ലാസ്സിന്റെ. അപ്പൊ ഞാൻ അതിന്റെ ഓർഗനൈസേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ പിന്നെ ഉപദേശികളെ ആണെങ്കിൽ അത് നിങ്ങൾ വേറെ വിളിച്ച് ഉപദേശിക്കുക. കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റൈലിൽ യഥാർത്ഥത്തിൽ പ്രോഗ്രാം നടത്തരുത്. അത് ഇറ്റ്സ് നോട്ട് സയന്റിഫിക്, അതല്ല അതിന്റെ രീതി. കാരണം ഇങ്ങനെ പറഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ പ്രേമത്തിൽ പെട്ടുപോയ കുട്ടികൾ പിന്നെ അവരുടെ മുമ്പിൽ പിന്നെ സൂയിസൈഡ് ഉണ്ടാവുള്ളൂ. കാരണം എന്തായാലും ഇത് ഈ രീതിയിലാണെങ്കിൽ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ സംഭവിക്കുക. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ വിശ്വസിക്കുന്ന ഒരു വാല്യൂ സിസ്റ്റത്തെ നമ്മുടെ കൗൺസിലിംഗ് ടേബിളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഇടമാക്കി മാറ്റിയാൽ വി ക്യാൻ ബി ആൻ അഡ്വൈസർ, വി ക്യാൻ ബി സംബഡി എൽസ്, ബട്ട് വി കനോട്ട് ബി എ പ്യുവർ കൗൺസിലർ. കൗൺസിലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിലീഫ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ കളിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരൊറ്റ ചോദ്യത്തിലൂടെ ആ പാരന്റ്സിനെ ഞാൻ റീഡയറക്ട് ചെയ്യാൻ ശ്രമിച്ചത്.
ഈ കൗൺസിലിങ്ങിൽ പ്രത്യേകിച്ച് ഈ ഫാമിലി, അത് ഒരു ഫാമിലി കൗൺസിലിംഗ് സ്വഭാവത്തിലുള്ള ഒരു കേസായിരുന്നു. ഫാമിലി കൗൺസിലിംഗ് വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റിലേഷൻ ബിൽഡിങ്ങിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. റിലേഷൻ ബിൽഡിങ്, നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് രണ്ടാമതാണ്. ഇപ്പൊ ഞാൻ ഡീൽ ചെയ്തിരിക്കുന്ന ഒരു കേസ് കൂടെ പറയാം, രസകരമായ ഒരു കേസാണ്. ഞാൻ മുഴുവൻ പറയില്ല, അതിന്റെ ഈ ഒരു പാർട്ട് മാത്രം പറയാം. അതായത് ഒരു ബ്രോക്കൺ ഫാമിലിയാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആണ് ഹസ്ബൻഡും വൈഫും, നല്ല വരുമാനമുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഭർത്താവ്, അതുപോലെ ആസ്തിയുള്ള പെണ്ണാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം ഭർത്താവിന്റെ മാതാവുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണ്. അവർ തമ്മിൽ വർഷങ്ങളായി സംസാരമില്ല, ഒരു കുട്ടിയുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബ്രോക്കൺ ഫാമിലി റിലേഷനാണ്. അപ്പൊ ഈ വിഷയം വന്നപ്പോ ഇത് ഞാൻ ഇതുവരെ എടുക്കാത്ത ഒരു സ്ട്രാറ്റജിയാണ് ഈ വിഷയത്തിൽ ഇപ്പൊ എടുത്തേക്കെന്ന് വെച്ചാല്, ഞാൻ പെട്ടെന്ന് തന്നെ അവരെ ഒരുമിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വളരെ വലിയ ആഗ്രഹമായിരുന്നു, ഗൾഫിൽ നിന്ന് വന്ന് നിൽക്കുകയാണ്. അപ്പോ പോകുന്നതിന് മുമ്പ് ഭാര്യയെ ഒന്ന് കൂടെ നിർത്തി വീട്ടിലൊക്കെ പറഞ്ഞ് ശരിയാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഇനി ഇത് വിജയിച്ചില്ലെങ്കിൽ അടുത്ത വരവിന് പുതിയ പെണ്ണ് കെട്ടണം എന്നതൊക്കെയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഒരുപാട് സെഷൻസിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടത്, ഇവരെ പെട്ടെന്ന് ഇങ്ങനെ ചേർത്ത് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇത് പൊട്ടാനുള്ള നല്ല സാധ്യതയുണ്ട്. ഇപ്പോ മാറ്റി നിർത്തിയിട്ട് ബോണ്ട് ചെയ്യുന്നു. അവര് ഒരുമിച്ച് അവർ കഴിയുന്നില്ല, രണ്ടും രണ്ടിടത്താ തന്നെയുള്ളൂ. പക്ഷെ ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ രീതിയിൽ റിലേഷൻ വളരെ സ്ട്രോങ് ആക്കിയ ശേഷം മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് പോകുള്ളൂ. പക്ഷെ എനിക്ക് നല്ല സമ്മർദ്ദമുണ്ട് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന്. എങ്ങനെയെങ്കിലും ഒന്ന് ഗൾഫിൽ പോണതിന് മുമ്പ്, പിന്നെ അമ്മായി അമ്മ പോലും പറഞ്ഞു, എങ്ങനെയെങ്കിലും സാറൊന്ന് ഒരുമിച്ച് ഇയാളെ പോണതിന് മുമ്പ് ഒന്ന് ഒരുമിച്ച് കഴിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയാൽ മതി, കുടുംബത്തിനും ഒന്ന് എല്ലാവരെയും ഒന്ന് തണുപ്പിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ചെയ്താൽ ബാക്കി കാര്യങ്ങൾ ഒബ്ജക്റ്റീവ്സ് നടക്കും, പക്ഷെ ഇവരുടെ റിലേഷൻ ശക്തമായി മുന്നോട്ട് പോകില്ല എന്നുള്ളത് കൊണ്ട് കമ്മ്യൂണിക്കേഷനുള്ള സ്കോപ്പ് മാത്രം, അവരുടെ ഒരു കമ്മ്യൂണിക്കേഷന്റെ ബോണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ സ്ട്രോങ് ആക്കി വെച്ചിട്ടുള്ളത്. ഇറ്റ് വിൽ ഗോ ഓൺ. അപ്പൊ ഞാൻ സൂചിപ്പിച്ച എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാരണവശാലും നമ്മുടെ ഒരു വാല്യൂ സിസ്റ്റം നമ്മൾ അടിച്ചേൽപ്പിക്കരുത്. അതല്ല സ്പിരിച്വൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ നമ്മുടെ ചർച്ചയ്ക്കിടയിൽ ആരോ പറഞ്ഞല്ലോ, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് റിലീജിയൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പോയിന്റിൽ. അതായത് എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരോടും കരുണയുണ്ടാവുക, പിന്നെ എല്ലാം നമ്മുടേതല്ലാത്ത ഒരു വ്യവസ്ഥയിലാണ് ഈ ലോകവും പ്രപഞ്ചവും ഒക്കെ നീങ്ങുന്നത്. ഇതൊക്കെ എല്ലാ മതങ്ങൾക്കും അപ്പുറത്തുള്ള, അല്ലെങ്കിൽ എല്ലാ മതങ്ങളിലുമുള്ള ഒരു കോമൺ ഫാക്ടേഴ്സ് ആണ്, വാല്യൂസ് ആണ്. ഈ വാല്യൂസിന്റെ ബേസിൽ ആണ് സത്യത്തിൽ നമ്മൾ സ്പിരിച്വൽ കൗൺസിലിംഗ് നമ്മൾ നടത്തേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും. അപ്പോൾ റിലീജിയൻ എന്ന് പറയുന്നത് കൃത്യമായ വിശ്വാസമുള്ള, ആ വിശ്വാസങ്ങൾക്ക് അനുസൃതമായി ആരാധനകളുള്ള ഒരു സംഗതിയാണല്ലോ. ഇപ്പൊ നമ്മൾ അറബിയിൽ ദീൻ എന്ന് പറയും, മലയാളത്തിൽ മതം എന്ന് പറയും, ഇംഗ്ലീഷിൽ റിലീജിയൻ എന്ന് പറയും. സത്യത്തിൽ അതിന്റെ ഒരു ശരിയായ സ്പിരിറ്റിലെ ചില വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ജനറലി വാട്ട് എ റിലീജിയൻ മീൻസ് എന്ന് ചോദിച്ചാൽ വിശ്വാസവും കർമ്മവും, അല്ലെങ്കിൽ വിശ്വാസവും ആചാരവും ആണ് ഉള്ളത്. ചില ആളുകൾ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു, വേറെ ചില ആളുകൾ ഒന്നിലധികം ദൈവങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ പല തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ നമുക്കുണ്ടാവും. അപ്പോ അതുകൊണ്ട് കൗൺസിലറുടെ വിശ്വാസങ്ങളെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു പ്രബലമായി നമ്മുടെ കൗൺസിലിംഗ് ടേബിൾ മാറുന്നതിനെ കുറിച്ചല്ല നമ്മൾ സ്പിരിച്വൽ കൗൺസിലിംഗ് എന്ന യഥാർത്ഥത്തിൽ പറയുന്നത്. നേരത്തെ തോമസ് പറഞ്ഞതുപോലെ കൗൺസിലിയുടെ കാഴ്ചപ്പാടുകളെ അയാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതാണ് സത്യത്തിൽ സ്പിരിച്വൽ കൗൺസിലിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ മതപരിവർത്തനത്തിന്റെ വേദിയാണ് കൗൺസിലിംഗ് ടേബിൾ എന്ന് വരെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള വളരെ മോശമായ ഒരു നിലവാരത്തിലേക്ക് ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. വളരെ സൂക്ഷ്മമായിട്ട് വേണം ഇതേക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാനും പഠിക്കാനും മുന്നോട്ട് വന്നു. ഓക്കെ, അപ്പോ എന്താണ് റിലീജിയൻ, എന്താണ് സ്പിരിച്വാലിറ്റി എന്നതും കൂടി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഒന്ന് തെളിച്ച് പറയാമോ സ്പിരിച്വാലിറ്റിയും റിലീജിയനും തമ്മിലുള്ള വ്യത്യാസം? Spirituality is a common belief. Common belief of what? About the creation of the world and Karuna, Daya, morality. അതെ അതെ, എക്സാക്ട്ലി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതാ, റിലീജിയൻ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ കൃത്യമാണ്, അതിൽ യാതൊരു അവ്യക്തതയില്ല. ചില വിശ്വാസങ്ങൾ, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചില ആചാരങ്ങൾ.
ഇപ്പോ ഇത് മനസ്സിലാകാൻ വേണ്ടി ഞാനൊന്ന് പറയാം. ഇത് ഉദാഹരണം പറഞ്ഞാലാണ് കുറച്ചുകൂടെ ക്ലിയർ ആവുക. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു ഇഷ്യൂ ഇതാണെന്ന് വിചാരിക്കാം. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരുന്നു. ഞാൻ കൂടുതലും ഫാമിലി കേസുകൾ ഡീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഫാമിലി എന്നുള്ള തന്നെ ഒരു എക്സാമ്പിൾസ് ഒക്കെ വരുന്നു. അപ്പൊ ഒരു വൈഫും ഹസ്ബൻഡും കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. വന്നിട്ട് അവര് നിങ്ങളോട് പറയുന്ന ഇഷ്യൂ എന്താന്ന് ചോദിച്ചാല്, ഹസ്ബൻഡിന് പുതിയൊരു റിലേഷൻ ഉണ്ടായിരിക്കുന്നു. അത് കേട്ടുകേൾവിയല്ല, അക്ഷരാർത്ഥത്തിൽ തന്നെ ഹസ്ബൻഡിന്റെ ടെലിഫോൺ പരിശോധിച്ചപ്പോഴോ, ഈ കോവിഡ് വന്നപ്പോൾ നമ്മുടെ വാട്സപ്പിൽ നല്ല തമാശകൾ വന്ന കൂട്ടത്തിൽ തമാശ വന്നതാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളി, നിങ്ങൾ ക്വാറന്റൈനിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ICU ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ഫോണ് വൈഫിന്റെ അടുത്തായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല തമാശയൊക്കെ വന്നിരുന്നു. അപ്പോ വൈഫിന്റെ ഫോണിൽ കുറച്ച് മെസ്സേജസ് അസമയത്തോ അല്ലെങ്കിൽ പിന്നെ അല്ലാതെയോ ഒക്കെ വന്നതായി ഭാര്യയ്ക്ക് ബോധ്യമായി. അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കോള് മറ്റേതെങ്കിലും പിന്നെ ഒരു സ്പിൻസ്റ്റർ ആയിട്ടുള്ള വിവാഹം കഴിയാത്ത ഒരു പെൺകുട്ടിക്ക് അല്പം പൈങ്കിളിത്തത്തോടുകൂടി പോകുന്നത് അതിന്റെ ഒരു വോയിസ് കേൾക്കുകയോ അല്ലെങ്കിൽ ഈ സംസാരിക്കുന്നത് തന്നെ കേൾക്കുകയൊക്കെ ചെയ്തിട്ട് ഇതാണ് ഇഷ്യൂ. അപ്പൊ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധം, ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു. ഇങ്ങനെ ഇഷ്യൂ വരുമ്പോ നിങ്ങൾക്ക് എങ്ങനെ ഇത് ഡീൽ ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുക? അപ്പൊ നിങ്ങളുടെ മുമ്പിലാണ് ഇപ്പൊ വിഷയമുള്ളത്. അതിന്റെ നട്ഷെല്ലാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് എ പ്രോബ്ലം ഫേസ്ഡ് ബൈ എ ഫാമിലി. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് വന്നത്. ഹസ്ബൻഡിന്റെ ഒരു എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻ ആണ് അവിടെ ഇഷ്യൂ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുക? ഇന്നത്തെ കാലത്ത് ഇപ്പൊ ആണുങ്ങളെയൊക്കെ നമ്മൾ പിടിച്ചു വെക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ പോയില്ലേ, ഒന്ന് ക്ഷമിച്ചു കൊടുക്ക് എന്നാണോ നിങ്ങൾ പറയുക? അല്ല, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? നിങ്ങൾക്ക് ഇത്ര സുന്ദരിയായ നല്ല സ്നേഹമുള്ള അനുസരണശീലയായ ഒരു ഭാര്യ, നല്ല ഭാര്യ, ഇങ്ങനെ ഒരു ഭാര്യ വേറെ ആർക്കും കിട്ടും, ഇങ്ങനെ ഉണ്ടായിരിക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയാണോ ചെയ്യുക? വാട്ട് വിൽ യു സേ? സാറേ, ഇതിന് മറുപടി ക്ലയന്റിന്റെ പിന്നെ ബിലീഫ് സിസ്റ്റം നോക്കിയായിരിക്കും. ഇതിനകത്തുള്ള ആണും പെണ്ണും തമ്മിൽ അടിയാവരുത്. നമ്മളിപ്പോ വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു എക്സർസൈസ് ആണ് നടത്തുന്നത്. പറഞ്ഞോളൂ. ഭാര്യക്കില്ലാത്ത എന്ത് ഗുണങ്ങളാണ് ഈ ഗുണം നോക്കിയിട്ടാണോ? പ്രേമിക്കുന്നവരോട് നിനക്ക് വേറെ ഒരു പെണ്ണിനെയും കിട്ടിയില്ല, ഇവിടെ കിട്ടിയുള്ളൂ എന്നൊക്കെ ചോദിക്കൂലേ? വീട്ടിനപ്പുറത്തുള്ള വീട്ടിൽ നല്ല ഇതിനേക്കാൾ സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, നിനക്ക് അവളെ പ്രേമിച്ചൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമല്ലോ. എൻ്റെ ഒരു സുഹൃത്ത് പെണ്ണ് കെട്ടിയത് ഇറാനിൽ നിന്നാണ്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എറണാകുളത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിവാഹം കഴിച്ചത് ഇറാനിൽ നിന്നാണ്. ഇവിടെ ഒരു ജില്ല മാറി വിവാഹം കഴിക്കുമ്പോൾ തന്നെ അയ്യോ ദൂരം എന്ന് പറയുന്ന ആളുകളാണ്. രാജ്യം മാറിയുള്ള വിവാഹം. ഓക്കെ, അപ്പോ എങ്ങനെയാണ് നമുക്ക് ഇതിനെ സമീപിക്കാൻ പറ്റുക? രണ്ടുപേരെയും കേൾക്കുക, രണ്ടുപേരുടെ ഭാഗത്തും രണ്ടുപേർക്കും ന്യായം കിട്ടണം. ആ രീതിക്ക് രണ്ടുപേരെയും കേൾക്കുക. രണ്ടുപേരും കേട്ടു. ഭാര്യ പറയുന്നു പിന്നെ എനിക്കൊരു കുറവുമില്ല, എനിക്കില്ലാത്ത എന്ത് കാര്യമാണ് അവൾക്കുള്ളത്, പിന്നെ ആ ഭർത്താവിന്റെ എല്ലാ താല്പര്യങ്ങളും ഞാൻ പരിഗണിക്കാറുണ്ട് എന്ന് ഭാര്യ. ഭർത്താവ് പറയുന്നു എന്ത് ചെയ്യാനാ സാറേ, എനിക്ക് ഈ ഭാര്യയെ ഇവിടെ ഒഴിവാക്കാൻ പറ്റില്ല, ഞാൻ എൻ്റെ കുട്ടികളുടെ അമ്മയാണ്, പിന്നെ അവള് വേണ്ടൊക്കെ തരുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ടായിപ്പോയി, പക്ഷെ അവള് എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചു, എനിക്ക് പറ്റില്ല, വഞ്ചിക്കുന്നത് ശരിയാണോ സാറേ എന്ന് ഇങ്ങോട്ട് കൂടെ ഒരു ചോദ്യം. രണ്ടാളെയും കേട്ടു, ഇനി പറയും. ഭർത്താവിനോട് സാർ ഭാര്യയ്ക്ക് ഒരു സെക്കൻഡ് റിലേഷൻ ഉണ്ടായാൽ നിങ്ങൾക്ക് താല്പര്യപ്പെടുമെന്ന് ചോദിച്ചൂടാ നമുക്ക്? റൈറ്റ് ചോദിക്കൊക്കെ ചെയ്യാം, വിരോധമൊന്നുമില്ല. അത് നമ്മുടെ പിന്നെ വേവ് ലെങ്ത് അനുസരിച്ചേ ചോദിക്കാവുള്ളൂ. ചിലപ്പോ കൗൺസിലർക്ക് നല്ല അടിയും കിട്ടും. എന്തിനാണ് വിവാഹം, എന്തുകൊണ്ട് നമ്മൾ വിവാഹം കഴിക്കുന്നു, അതെ, ആ ഒരു വിശ്വാസത്തിന്റെ കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ യഥാർത്ഥത്തിൽ ഈ വിഷയം ഉന്നയിച്ചത് ഇപ്പൊ തന്നെ ഇതിനൊരു പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഐ വാസ് ജസ്റ്റ് എലാബറേറ്റിംഗ് സംതിങ് എൽസ്. എന്താന്ന് വെച്ചാൽ ഈ ഒരു കേസ് ഇപ്പോ മുസ്ലിങ്ങളിൽ പോളിഗമി ഇറ്റ് ഈസ് പെർമിറ്റഡ് ആണ്. ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിവാഹം കഴിയും. ഇപ്പൊ ഭാര്യ വന്ധ്യയാണ്. ഇപ്പോ സാധാരണ നിലയിൽ ഒന്നുകിൽ ഭർത്താവ് ഇനി കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് പിന്നെ അവസാനം വരെ ഈ ഭാര്യയുമായി കുട്ടികളില്ലാതെ ജീവിച്ച് മരിച്ചു പോവുക.
അല്ലെങ്കിൽ പിന്നെ ശരിക്കും നിയമപരമായി ഭാര്യയുടെ സമ്മതമൊന്നും വേണ്ട, പക്ഷെ സമ്മതം വാങ്ങിയില്ലെങ്കിൽ ശരിക്കും അനുഭവിക്കുകയും ചെയ്യും. ഒരാളുടെ കൂടെ ജീവിക്കുന്നതന്നെ ആളുകൾക്ക് അറിയാലോ അതിന്റെ പ്രയാസം. പിന്നെ രണ്ടെണ്ണത്തിനെ കെട്ടിയിട്ട് ഒരേ സമയത്ത് മാനേജ് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ജോബ്. അപ്പോ അത്യാവശ്യം അവളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ മറ്റൊരു വിവാഹം കഴിച്ചിട്ട് അവർക്കിടയിൽ രണ്ടാൾക്കിടയിൽ സന്തോഷമുണ്ടെങ്കിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു നിയമവ്യവസ്ഥ പിന്നെ മുസ്ലിം ലോയില്, പേഴ്സണൽ ലോയില് ഇന്ത്യയിലുണ്ട്, ഇസ്ലാമിലുണ്ട്, ഇസ്ലാമിക് ശരീഅത്തിലുണ്ട്. പക്ഷെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലോ ഹിന്ദു കമ്മ്യൂണിറ്റിയിലോ അത് വളരെ വലിയ ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. എന്റെ മുമ്പിൽ ഇപ്പൊ അങ്ങനെ ഒരു കേസും വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ ഹിന്ദുവായ ഒരാള് രണ്ടാമത് വിവാഹം കഴിച്ചിട്ട്, ആദ്യ ഭാര്യ ഡോക്ടറാണ്, 2 പെൺകുട്ടികളുണ്ട്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഇദ്ദേഹവും എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ ഇദ്ദേഹം വേറെ വിവാഹം കഴിച്ചു. പിന്നെ അത് ഒരു ക്രിമിനൽ ഒഫൻസിലേക്കൊക്കെ എത്തുന്ന തലത്തിലൊക്കെയാണ് ഉള്ളത്. ഏതായാലും ഞാൻ സൂചിപ്പിക്കണം എന്താന്ന് ചോദിച്ചാല്, ഇങ്ങനെ ഒരു നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകളുടെ ബിലീഫ് സിസ്റ്റം വെച്ചിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറയും. അതേ സമയത്ത് മുസ്ലിങ്ങളിൽ എത്ര സ്ത്രീകളാണ് ഈ ബഹുഭാരിത്വത്തെ അംഗീകരിക്കുക? എന്റെ കയ്യിൽ വന്നൊരു കേസ് കൂടി ഞാൻ പറയാം. എന്റെ കയ്യിൽ വന്നൊരു കേസ്, അത്യാവശ്യം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരുപാട് വൈകിയാണ് അവളുടെ വിവാഹം നടക്കുന്നത്. അപ്പൊ അതിൽ ഏതോ ഒരു അർത്ഥത്തിൽ എനിക്കും ഇടപെടേണ്ടി വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിന്നെ പരിരക്ഷിക്കുന്ന, നല്ല സ്നേഹമുള്ള, എന്നാൽ ഭാര്യയും കുട്ടികളുമോ അല്ലെങ്കിൽ ഭാര്യ മാത്രമോ ഉള്ള ഒരാളുടെ വിവാഹാലോചനയെ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. പക്ഷേ വിവാഹത്തിന് ശേഷം നല്ലൊരു വിവാഹം, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് വിവാഹം കഴിച്ചത്. വിവാഹം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവരറിയുന്നത് അദ്ദേഹത്തിന് മറ്റൊരു ഭാര്യയുണ്ട് എന്ന്. എങ്ങനെയാ ഇത് ഡീൽ ചെയ്യാം? സ്വതവേ തന്നെ അങ്ങനെ ഒരു വിവാഹം, രണ്ടാം വിവാഹത്തിന് സന്നദ്ധമാകാത്ത ഒരാള്, തന്നെ വിവാഹം കഴിച്ച ഒരാൾക്ക് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു എന്നറിയുമ്പോഴുള്ള ഒരു അസ്വസ്ഥത ആലോചിച്ച് നോക്കി. അപ്പൊ ഇത്തരം വിഷയങ്ങളെ നമ്മൾ ഈ പറഞ്ഞ റിലീജിയസ് തലത്തിൽ തന്നെ ഡീൽ ചെയ്യുമ്പോഴും നമ്മുടെ മുമ്പിലെത്തുന്ന കൗൺസിലേഴ്സിന്റെ കാഴ്ചപ്പാടുകൾ വളരെ പ്രധാനമാണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന്, നമ്മുടെ കാഴ്ചപ്പാടുകൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. 2, അവർ തന്നെ വിശ്വസിക്കുന്ന മത ആശയങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വെച്ചുകൊണ്ട് പോലും നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിയില്ല. പിന്നെ എന്താണ് ഈ സ്പിരിച്വൽ കൗൺസിലിംഗ്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഒന്ന്, നമ്മുടെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഇമ്പോസ് ചെയ്യാൻ പാടില്ല. നമ്പർ 2, ഈവൻ the belief system of the counselee may not be positively utilized for the counseling purpose. പിന്നെ എന്താണ് സ്പിരിച്വൽ കൗൺസിലിംഗ്? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹലോ, ഞങ്ങള് സ്കൂളിൽ ടീച്ചേഴ്സിനോട് എന്താ പറയാന്ന് വെച്ചാല്, എല്ലാവരും പിന്നെ ഈ ക്യാമറയൊക്കെ ഓൺ ആക്കിയിട്ട് വേണം ക്ലാസ്സിൽ ഇരിക്കാൻ എന്നാ പറയാ. ഇവിടെ ആകെ കൂടി ഞാൻ ഒരു 5-6 ആളുകളെ അങ്ങനെ കാണുന്നുള്ളൂ. ശരി, എന്താണ് അപ്പൊ സ്പിരിച്വൽ കൗൺസിലിംഗ്? ഞാനിങ്ങനെ 1.5 മണിക്കൂർ സംസാരിച്ചിട്ട് അവസാനം നിങ്ങൾ പറയാണ് 1.5 മണിക്കൂർ സാറ് സംസാരിച്ചു, പക്ഷെ സ്പിരിച്വൽ കൗൺസിലിംഗ് എന്താണെന്ന് മനസ്സിലായില്ല എന്ന് വരാൻ പാടില്ലല്ലോ. വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോറൽ വാല്യൂസിനെ ബേസ് ചെയ്യുക, ബേസിക് മോറൽ വാല്യൂസിനെ ഫോളോ ചെയ്യുന്ന മോറൽ വാല്യൂസ്. ശരി, അപ്പോ I think you can take down 1 or 2 sentences and then we will talk. ഒരു ചോദ്യം ഇതിനകത്ത് എനിക്ക് തോന്നി, എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു ഏതെങ്കിലും ഒരു റിലീജിയനിലോ അല്ലെങ്കിൽ ദൈവത്തിലോ വിശ്വാസം ഇല്ലെങ്കിൽ then how will you define morality? അതായത് ഈ മൊറാലിറ്റി അത് ശരിക്കും ഞാൻ പലയിടത്തും ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്. അപ്പൊ ഈ മൊറാലിറ്റി എന്നത് ദൈവവിശ്വാസത്തോട് ചേർത്ത് പറയാതെ തന്നെ മൊറാലിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ജനസമൂഹം ഉണ്ട് സമൂഹത്തിൽ. ഉണ്ടോ? സമൂഹത്തിലുണ്ട്. എന്നുവെച്ചാല് അവര് പറയുന്ന വെച്ചാല് ഇപ്പോ സ്നേഹിക്കുക അതൊരു മൊറാലിറ്റിയാണ്, ധാർമ്മികതയാണ്. മറ്റുള്ളവരെ പരസ്നേഹം, മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നത്. അപ്പോ ഞാൻ മുസ്ലിം ആയാൽ മാത്രമേ, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയാൽ മാത്രമേ, ഹിന്ദു ആയാൽ മാത്രമേ മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റൂ എന്നുണ്ടോ? ഞാനൊരു നിരീശ്വരവാദി ആയിരിക്കെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ മൊറാലിറ്റി എന്നത് തന്നെ there is no clear cut definition for that. അതിനെ പക്ഷെ നമുക്ക് പറയാം, ഇപ്പോ മദ്യപിക്കരുത്, മദ്യപാനം എന്നത് നല്ല ശീലമല്ല,
അത് ബൈബിളിലും ഖുറാനിലും ഭഗവത്ഗീതയിലും നമുക്ക് വായിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അത് മതകീയമായ ഒരു കാര്യമായി നമ്മൾ പറയുമ്പോൾ ഒരു മതവും ഇല്ലാത്തവനും മദ്യപാനമില്ലാത്ത ഒരാൾ പറയും ഇതെന്റെ ധാർമ്മികതയാണ് എന്ന് പറഞ്ഞാൽ how will we contradict that? So it is too difficult to define such things in clear terms. അതൊരു വലിയ ഇഷ്യൂ ആണ്. ഓക്കെ, ഞാൻ അതാണ് ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ബിക്കോസ് ഐ വാസ് എൻകൗണ്ടർഡ് മെനി തിങ്സ് ലൈക്ക് ഇപ്പൊ എന്താ സ്വന്തം കല്യാണം കഴിച്ച് ഭാര്യനെ സ്വാപ്പ് ചെയ്യുന്നത് വരെ ഒരു പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫോർ മീ ഇറ്റ് വാസ് നോട്ട് എന്താ പറയാ ഒരു ഡൈജസ്റ്റിംഗ് ആയിട്ടല്ല. 10 വർഷം കഴിയുമ്പോൾ എനിക്ക് ഡൈജസ്റ്റിംഗ് ആയിരിക്കാം. ബട്ട് ഫോർ മീ ഐ കനോട്ട് ഇവൻ തിങ്ക് ഓഫ് ദോസ് കൈൻഡ് ഓഫ് എന്താ പറയാ. അപ്പൊ അവര് ഒട്ടും എന്താ വിവരമില്ലാത്ത ആൾക്കാരല്ല, സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ നിലവാരം പുലർത്തുന്നവരും ഹൈലി പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരാ. സോ ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ എന്റെ ഒരുപക്ഷെ ഞാൻ ക്രിസ്ത്യൻ ബിലീവറാണ്, ഞാൻ അത് വെച്ച് ചിലപ്പം കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ എന്തിനാ വിചാരിക്കുന്നത്? മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു? ഹോമോസാപ്പിയൻസ് ആണ്. ഹോമോസാപ്പിയൻസ് മെൻസ് ആർ പോളിഗാമസ്, മെൻ ആർ പോളിഗാമസ്. സോ വാട്ട് ആർ യു ടോക്കിംഗ്? പിന്നെ പറയാം ആൽഫ മെയിൽ, ബീറ്റ മെയിൽ, അവരുടെ ഓരോ തിയറീസ് ഉണ്ട്. You will be in utter confusion. That's what I asked. ഓക്കെ, അപ്പോ പിന്നെ നമ്മൾ ഒരു ധാരണ വരുത്തുന്നത് നല്ലതാണ് തുടക്കത്തിൽ, അല്ലെങ്കിൽ ക്ലാസ് പിന്നെ എഫക്റ്റീവ് ആയില്ല എന്നാണ് അവസാനം വരിക. അപ്പൊ റിലീജിയൻ എന്ന് പറയുന്നത് മതത്തിന്റെ ചിട്ടവട്ടങ്ങളെയാണ് നമ്മൾ റിലീജിയൻ എന്ന് പറയും. ഒരു നിശ്ചിതമായ വിശ്വാസക്രമവും അതിനനുസരിച്ചുള്ള ബിലീഫ് സിസ്റ്റം ഉണ്ടാവും, വാല്യൂ സിസ്റ്റം ഉണ്ടാവും. അത് റിലീജിയനാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അത് സൂപ്പർ ഹ്യൂമൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അതീതമായ ചില യാഥാർത്ഥ്യങ്ങളിലുള്ള കാഴ്ചപ്പാടുകളാണ് ബേസിക്കലി. അത് ഒരു റിലീജിയനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഒന്ന്, എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. സ്പിരിച്വാലിറ്റിയുടെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. അത് ഇസ്ലാമിക് കോൺസെപ്റ്റിലുണ്ട്, ക്രിസ്ത്യൻ കോൺസെപ്റ്റിലുണ്ട്, ഹിന്ദു. ഇപ്പൊ ഈ വേദങ്ങളിൽ നമ്മളിപ്പോ വിഗ്രഹങ്ങളൊക്കെ ഹൈന്ദവ സമുദായത്തിൽ വിഗ്രഹങ്ങളൊക്കെ വ്യാപകമാണ്. ഞാനൊരു അല്പം ഒന്ന് വിശദമായി വായിക്കാൻ ശ്രമിച്ചപ്പോ അടിസ്ഥാന വേദങ്ങളിൽ ഒന്നും വിഗ്രഹത്തെ കുറിച്ച്, ഋഗ്വേദത്തിലായാലും സാമവേദം, അഥർവവേദം പോലെയുള്ളതിലൊന്നും കൃത്യമായി വിഗ്രഹാരാധനയെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്ന് മാത്രമല്ല, ദൈവത്തെക്കുറിച്ച്, ഈശ്വരനെ കുറിച്ച്, ഭഗവാനെ കുറിച്ചുള്ള പൊതുവായ കോൺസെപ്റ്റ് തന്നെയാണ് ഒരു അരൂപനായിട്ട് അനാദി അനന്തൻ എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് അവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ദ ഫസ്റ്റ് വാല്യൂ ഈസ് എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. നമ്പർ 2, ഈ സൃഷ്ടിച്ച് ബാക്കിയുള്ളതിനെ ഇങ്ങനെ സ്വന്തമാക്കി വിട്ടു എന്നല്ല. ഞാൻ ക്ലിയർ ആയിട്ട് രണ്ടാമത്തെ ക്ലാസ്സിൽ, ഇതിപ്പോ ഇസ്ലാമിക് ചെയറിന് കീഴിലുള്ള ഒരു സ്പിരിച്വൽ കൗൺസിലിംഗ് ടോപ്പിക് ആയതുകൊണ്ട് കുറച്ച് ഇസ്ലാമിക് ടേംസ് ഒക്കെ ഈ സ്പിരിച്വൽ കൗൺസിലിംഗിന്റെ ഭാഗമായിട്ടുണ്ട്. ഐ വിൽ ഡീൽ ഇറ്റ് ഇൻ ദ സെക്കൻഡ് സെഷൻ. ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ പോയിന്റ്, സൃഷ്ടിപ്പിന് ശേഷം പ്രപഞ്ചത്തെ അതിന്റെ ഇഷ്ടത്തിന് വിടുകയല്ല ദൈവം ചെയ്തിട്ടുള്ളത്, അതിന് നിയന്ത്രണവും ഏറ്റെടുത്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നെങ്കിൽ അത് ദൈവം തമ്പുരാൻ അറിയാതെ ആവില്ല എന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലീജിയസ് ഫൂട്ടിംഗ് ആണ്. ദാറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ സ്പിരിച്വൽ ഫൂട്ടിംഗ് ഓൾസോ. അപ്പോൾ നമ്മുടെ കൗൺസിലിംഗ് പുരോഗമിക്കുന്നത് കൗൺസിലി ദൈവവിശ്വാസി ആണെങ്കിൽ ഈ രൂപത്തിലാണ്, അതല്ലാതെ ഏതെങ്കിലും മതവുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല. അതാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് റിലീജിയസ് തെറാപ്പി. അങ്ങനെ ഒരു തെറാപ്പി യഥാർത്ഥത്തിൽ ഉണ്ട്. റിലീജിയസ് തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പി ഓൾറെഡി ഉണ്ട്. എന്താന്ന് ചോദിച്ചാൽ, പണ്ട് നമ്മളൊരു കഥ കേട്ടിട്ടില്ലേ, ഒരു രാജാവിന് ഒരു അസുഖം വന്നു. നാട്ടിലെ വൈദ്യന്മാരെയൊക്കെ വിളിച്ചപ്പോ രാജാവിന് ഒരു അസുഖവും ഇല്ല എന്ന് പറഞ്ഞു. അവസാനം പിന്നെ രാജാവിന് ദേഷ്യം വന്നു. എന്നിട്ട് ഏറ്റവും വിദഗ്ധനായ ഒരു വൈദ്യനെ കൊണ്ടുവന്നു. സത്യത്തിൽ ആ വൈദ്യം വന്നപ്പോൾ ഡോക്ടർക്ക് രാജാവിന് ഒരു അസുഖവും ഇല്ല എന്ന് തന്നെയാണ് ആ വൈദ്യന് മനസ്സിലായത്. പക്ഷെ അത് പറഞ്ഞാൽ ഈ രാജാവ് വീണ്ടും ഇയാളെ തൂക്കിക്കൊല്ലുകയോ മറ്റൊക്കെ ചെയ്യും എന്നുള്ളത് കൊണ്ട് രാജാവിനോട് പറഞ്ഞു, നിങ്ങൾക്ക് കാര്യമായ ഒരു അസുഖം ബാധിച്ചിരിക്കുന്നു, നിങ്ങൾ 2 ആഴ്ച അനങ്ങാതെ കിടക്കണം, രാജഭരണം മറ്റാരെങ്കിലും ഏൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ കുറെ ക്രിയകളൊക്കെ നടത്തി 2 ആഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞു, നൗ യു ആർ ഓക്കെ, യു ക്യാൻ സ്റ്റാർട്ട്, യു ക്യാൻ റിസ്യൂം യുവർ വർക്ക്. അപ്പൊ പിന്നെ അയാൾ ഇപ്പൊ ഞാൻ വളരെ ഉഷാറായിരിക്കുന്നു. അതൊരു തെറാപ്പിയാണ്. ഇതുപോലെ റിലീജിയസ് തെറാപ്പി ചില ഡോക്ടേഴ്സ് പറയാറുണ്ട് പോലും. രോഗി ഒരു ഭയങ്കര അന്ധവിശ്വാസിയാണ്, എന്തെങ്കിലും കയ്യിൽ ഇങ്ങനെ ഓതി കെട്ടിയാൽ അസുഖം മാറും, അല്ലെങ്കിൽ പ്രത്യേക ചില മന്ത്രങ്ങൾ ഇട്ടാൽ അസുഖം മാറും എന്ന് വിശ്വാസമുള്ള ഒരാളാണ്. ഡോക്ടർ മരുന്ന് കൊടുത്തിട്ടൊന്നും ഇയാളുടെ അസുഖം മാറുന്നില്ല. അപ്പൊ ഡോക്ടർ പറയണം, നിങ്ങൾക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, നിങ്ങൾ ആരെങ്കിലും കൊണ്ട് മന്ത്രി ചോദിക്കോളൂ. ഇങ്ങനെ പറയുന്ന ഡോക്ടേഴ്സ് ഉണ്ട്.
അപ്പോ അന്ധവിശ്വാസങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകൾ പറയും, എന്നാ പിന്നണ്ട ഇത്രയും വിദ്യാഭ്യാസമുള്ള ഡോക്ടർ തന്നെ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ, അപ്പൊ അതിന് ശക്തി ഇല്ലാത്തതുകൊണ്ടാണോ എന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഒന്നിനെയും കൗണ്ടർ ചെയ്യുന്നില്ല. ബട്ട് വാട്ട് ഐ ടെൽ യു ഇസ് ദാറ്റ് ദർ ഇസ് എ തെറാപ്പി കോൾഡ് റിലീജിയസ് തെറാപ്പി. ഒരാളുടെ ബിലീഫ് സിസ്റ്റം വെച്ചിട്ട് ആ ഒരു പർട്ടിക്കുലർ റിലീജിയസ് ആയിട്ടുള്ള ഒരു തെറാപ്പി നമ്മൾ നടത്തുമ്പോൾ അതിനെ നമ്മൾ റിലീജിയസ് തെറാപ്പി എന്നാണ് പറയുക. ഒരിക്കലും അതിനെ സ്പിരിച്വൽ കൗൺസിലിംഗുമായിട്ട് നമ്മൾ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. സ്പിരിച്വൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ജനറലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മോറൽ വാല്യൂസിന്റെ ബേസിലുള്ള, അത് കൗൺസിലിംഗ് അംഗീകരിക്കുകയും കൂടെ ചെയ്യണം, ഒരിക്കലും ഇമ്പോസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ വളരെ ഫ്രീ മൈൻഡഡ് ആയിട്ട് ഒരു കൗൺസിലിംഗ് അംഗീകരിക്കുന്ന വാല്യൂ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഒരാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുമ്പോഴാണ് അതിനെ നമ്മൾ സ്പിരിച്വൽ കൗൺസിലിംഗ് എന്ന് പറയുക. ഇപ്പോൾ ഏറ്റവും വലിയൊരു ദൗർഭാഗ്യം എന്താന്ന് വെച്ചാല് കേരളത്തിൽ ഇങ്ങനെ ഒരു പുസ്തകം വന്നിട്ടില്ല. ഞാനിപ്പോ 2-3 ബാച്ചിന് സ്പിരിച്വൽ കൗൺസിലിംഗ് എടുത്ത ശേഷം എനിക്ക് തോന്നി പറ്റുമെങ്കിൽ ഒരു ടെക്സ്റ്റ് ആ വിഷയത്തിൽ എഴുതിയാൽ കൊള്ളാമെന്നുണ്ട്, സ്പിരിച്വൽ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ക്ലാരിറ്റി ഈ വിഷയത്തിൽ ആളുകൾക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ റിലീജിയസ് തെറാപ്പി അല്ല സത്യത്തിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. റിലീജിയസ് തെറാപ്പി എന്ന് പറഞ്ഞാൽ തികച്ചും മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ, അതും ഇമ്പോസ് ചെയ്യുന്ന സാധനമല്ല, കൗൺസിലിയുടെ സ്വാഭാവികമായ സമ്മതത്തോടുകൂടി തന്നെ നടത്തുന്ന ചില പരിപാടികളെയാണ് നമ്മൾ റിലീജിയസ് തെറാപ്പി എന്ന് പറയുക. സ്പിരിച്വൽ കൗൺസിലിംഗ് കുറച്ചുകൂടി ഹയർ ലെവലിലുള്ള, എല്ലാവർക്കും സ്വീകാര്യമാകുന്ന തരത്തിലുള്ള, എന്നാൽ കൗൺസിലിംഗ് പർട്ടിക്കുലർലി വിൽ ബി വിൽഫുൾ ഫോർ ദാറ്റ്, വില്ലിംഗ് ഫോർ ദാറ്റ്, ആ രീതിയിലുള്ള ഒരു ഇടപെടലിനെയാണ് നമ്മൾ സ്പിരിച്വൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രസകരമായ ഒരു കേസ് ഞാൻ ഹാൻഡിൽ ചെയ്തത് പറയാം. ഒരു ലേഡി എൻ്റെ അടുത്ത് വന്നു. അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ ലേഡിയാണ്. ലേഡിയെ കൊണ്ടുവരുന്നത് ലേഡിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ അവര് കുവൈറ്റിലോ മറ്റോ ആണ് ഹസ്ബൻഡിന് ജോലി. കുറച്ചു മുമ്പാണ്, ഒരു 2 years ബാക്ക് ആണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാല് അത്യാവശ്യം ഗൾഫിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കാൻ നല്ല ഒരു വീടാണല്ലോ എല്ലാവരും. അപ്പൊ ഭർത്താവ് വീട് വെക്കാൻ ആഗ്രഹിച്ചു. ഭാര്യ അത്യാവശ്യം നന്നായി വായിക്കുകയും ചാനലുകളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ലേഡിയായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചില ചാനലുകളിൽ വീട് എന്ന പേരിൽ തന്നെ ചില പ്രോഗ്രാമൊക്കെ വരും. കേൾക്കുന്നുണ്ടോ? എന്തോ ഒരു ശബ്ദം വരുന്നുണ്ട്, ആരുടെയോ മൈക്ക്. ഓക്കെ. അപ്പോ ഓക്കെ ഓക്കെ റൈറ്റ്. എവിടെ വരെ കേട്ടു? കേസ് കേട്ടോ? വീട് എന്നുള്ള പരിപാടിയാണ് ഇവർക്ക് വളരെ ഇഷ്ടം. അപ്പൊ ഇവര് അങ്ങനെ കുറെ പരിപാടി കണ്ട ശേഷം ഭർത്താവ് പിന്നെ ഇനി നമുക്ക് പിന്നെ ഒരു പ്ലാൻ വരയ്ക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ച് ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്നു. അപ്പൊ ഭർത്താവ് വളരെ ഫ്രീയാ, ഭാര്യയുടെ ഇഷ്ടം ഒക്കെ പരിഗണിക്കുന്ന ഒരു ഭർത്താവാണ്. അങ്ങനെ ഭാര്യ അവർ മനസ്സിലാക്കിയ എല്ലാ ആവശ്യങ്ങളും മുമ്പിൽ വെച്ചുകൊണ്ട് എഞ്ചിനീയറോട് പറഞ്ഞു. അങ്ങനെ എഞ്ചിനീയർ നല്ല മനോഹരമായൊരു പ്ലാൻ വരച്ചു. എന്നിട്ട് വീടിന്റെ പണിയൊക്കെ ആരംഭിച്ചു. ഏതാണ്ട് അതിന്റെ പരിസമാപ്തിയിലേക്ക് അടുത്തു. 2 നില വീടാണ്, അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള, വിശാലമായ ബെഡ്റൂമും ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു അടിപൊളി വീട്. അതിന്റെ ഏതാണ്ട് പെയിന്റിങ്, അതിന്റെ ഫിനിഷിംഗ് സ്റ്റേജിലൊക്കെ എത്തി. പക്ഷെ ഇതിനിടയിൽ നടന്ന ഒരു കാര്യം ഭർത്താവ് ശ്രദ്ധിച്ചില്ല. ഭാര്യ വീടിന് വേണ്ടി ഒരു പെർഫെക്റ്റ് പ്ലാൻ എഞ്ചിനീയറുമായി ഉറപ്പിച്ച ശേഷം, എഞ്ചിനീയർക്ക് അതിന്റെ കോൺട്രാക്ട് കൊടുത്ത ശേഷവും പഴയതുപോലെ തന്നെ വീടിനെ കുറിച്ചുള്ള പരിപാടികൾ കണ്ടുകൊണ്ടേയിരുന്നു. അപ്പൊ ഒരു വീട് ഇങ്ങനെ കുൻ പോലെ പെട്ടെന്ന് ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. വീട് ഉണ്ടായിക്കൊണ്ടിരിക്കാൻ കുറെ സമയം എടുക്കും. ഒരു മിനിമം 6 മാസമെങ്കിലും, വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്താൽ 6 മാസമെങ്കിലും വീട് അതിന്റെ നിർമ്മാണത്തിന് സമയം വേണ്ടി വരും. ഈ 6 മാസത്തെ കാലയളവിന് ഉള്ളിൽ വീണ്ടും ഒരുപാട് എപ്പിസോഡുകൾ ഈ സ്ത്രീ കണ്ടു. സാമ്പത്തികമായി നല്ല ശേഷിയുണ്ട്, കാഴ്ചപ്പാടുണ്ട്. അപ്പോ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഭർത്താവ് വലിയ ധർമ്മസങ്കടത്തിലാണ്. ഭാര്യ പറയുന്നു, എനിക്ക് ഈ വീട് വേണ്ട. ഇത്രയും കാശ് മുടക്കി ഭാര്യയുടെ ഇഷ്ടം മാത്രം പരിഗണിച്ചു. ഭർത്താവ് ഒരക്ഷരം, ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഭാര്യയുടെ ഇഷ്ടം ഒക്കെ നോക്കിയിട്ടാണ് ഇത്രയും വലിയ വീട് വെച്ചത്. ഒടുവിലെത്തി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജിലാണ് ഭാര്യ ഉള്ളത്. അപ്പോൾ ഭാര്യയ്ക്ക് ഇനി ഈ വീട് വേണ്ട.
പക്ഷെ വേറൊരു തമാശ, ഭാര്യയ്ക്ക് തന്നെ അറിയും ഞാനായിട്ടാണ് ഇത് പ്ലാൻ ചെയ്യിപ്പിച്ചത്, കോൺട്രാക്ട് ചെയ്യിപ്പിച്ചത്, ഞാൻ പറഞ്ഞ അനുസരിച്ചാണ് ഇത്രയും പണി കഴിപ്പിച്ചത്, പക്ഷേ ഇത് എനിക്ക് തൃപ്തികരമാവുന്നില്ല. അത് ഓർത്തിട്ടുള്ള ഒരു സങ്കടം കൊണ്ട് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് ഈ സ്ത്രീ എത്തിപ്പെട്ടത്. ഞാൻ കുറെ കേട്ട ശേഷം ഇത് പരിഹരിക്കാൻ ഞാൻ പഠിച്ച പുസ്തകത്തിൽ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ബുദ്ധി, ഞാൻ പറഞ്ഞു, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക്, ഞാൻ ജില്ല പറയുന്നില്ല, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം ഭാര്യയും കൂട്ടിയിട്ട്. എന്നിട്ട് റെയിൽവേയുടെ പരിസരങ്ങളിൽ കുറെ ആളുകൾ താമസിക്കുന്നു, അവരുടെ ഒരു 10 വീടുകളെങ്കിലും നിങ്ങൾ സന്ദർശിക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. അത് ഒറ്റ സ്ട്രെച്ചിലാവണമെന്നില്ല, 1 2 ഇത് പോകാനുള്ള സന്നദ്ധത ഉണ്ടാക്കിയെടുക്കൽ മാത്രമായിരുന്നു ഞാൻ സ്ത്രീയുമായിട്ട് സംസാരിക്കുമ്പോൾ ചെയ്തത്. സന്തോഷകരമെന്ന് പറയട്ടെ, ആ ഒരു വിസിറ്റോട് കൂടി പിന്നെ ഇവർക്ക് ചെയ്തത് തന്നെ അധികമായി പോയി എന്ന് വന്നു. അപ്പൊ ഇതില് കൃത്യമായ ഒരു സ്പിരിച്വൽ ഇന്റർവെൻഷനാണ് യഥാർത്ഥത്തിൽ ഞാൻ നടത്തിയത്. കാരണം നിങ്ങളെക്കാൾ താഴെയുള്ളവരെയാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ഏത് കാര്യത്തിലും ഭൗതികമായ വിഷയങ്ങളിൽ നിങ്ങൾക്ക് താഴെയുള്ളവരെയാണ് നോക്കേണ്ടത്, നിങ്ങളുടെ മുകളിലുള്ളവരല്ല. മുകളിലുള്ളവരെ നോക്കേണ്ടത് ഭക്തിയുടെയും അതുപോലെ ജീവിത വിശുദ്ധിയുടെയും സത്യസന്ധതയുടെയും കാര്യത്തിലാണ്, മൂല്യങ്ങളുടെ കാര്യത്തിലാണ്. ഭൗതിക വിഭവങ്ങളിൽ നിങ്ങൾ ഒരു താരതമ്യത്തിന് ഒരുങ്ങിയാൽ താരതമ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് താഴെയുള്ളവരാണ്. എപ്പിസോഡുകളിൽ കാണുന്ന വീടിന്റെ ആ സൗകര്യങ്ങളോട് താരതമ്യം ചെയ്താൽ ഒരു കാലത്തും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അത്രയും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സ്പെസിമെൻസ് ആണ് ആ പരിപാടിയിലൂടെ പ്രൊമോട്ട് ചെയ്യുക. അതിന് എഞ്ചിനീയേഴ്സിന്റെ താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ആ വീട് വെച്ച ആളുകളുടെ താല്പര്യങ്ങൾ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് ചാനലുകൾ ഇത് വരിക. ഇത് ചാനലുകൾ എന്ന് പറയുന്നത്, മാധ്യമങ്ങൾ എന്ന് പറയുന്നത് വളരെ സ്വതന്ത്രമായൊരു സാധനമാണ് എന്നൊന്നും ധരിക്കണ്ട. പത്രധർമ്മം എന്ന് പറഞ്ഞൊരു പണ്ട് പാഠം പഠിച്ച ഓർമ്മയുണ്ട്. 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ മലയാളത്തിലാണ്, വർഷങ്ങൾക്ക് മുമ്പ്. 87-ലാണ് ഞാൻ SLC കഴിഞ്ഞത്. അപ്പൊ അതിലുള്ളതാണ് പത്രധർമ്മം എന്നത് പത്ര മുതലാളിയുടെ ധർമ്മമായിട്ടാണ് സത്യത്തിൽ ഇപ്പോഴുള്ളത്. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷ്മത ആ വിഷയത്തിൽ നമ്മൾ കാണിക്കണം എന്നും, പിന്നെ ഒടുവിൽ ഈ ഒരു വിസിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ അവരെ ബോധ്യപ്പെടുത്തി. വളരെ സന്തോഷത്തോടുകൂടി അവർ വെച്ച വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ താമസിക്കുന്നത് എന്ന സന്തോഷമാണ് ഞാൻ പങ്കിടുന്നത്. ഏതായാലും സ്പിരിച്വൽ കൗൺസിലിംഗ് എന്നത് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ റിലീജിയസ് കൗൺസിലിംഗ്. റിലീജിയൻ ഇസ് സെപ്പറേറ്റ് ആൻഡ് സ്പിരിച്വാലിറ്റി സ്റ്റാൻഡ്സ് എബോവ് എ ടോപ്പ് ഓഫ് ഓൾ ദ റിലീജിയൻസ് എന്നൊരു പോയിന്റ് അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ്. വി വിൽ നോട്ട് ഇമ്പോസ് അവർ ബിലീഫ് സിസ്റ്റം ടു ദ ക്ലയന്റ്. നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റം അല്ല നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക. സ്വാഭാവികമായും നമ്മുടെ റിലീജിയസ് ആവുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളോട് നമുക്ക് താല്പര്യം ഉണ്ടാവും. ആ താല്പര്യങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഇടമായിട്ട് ഒരിക്കലും നിങ്ങൾ കാണാൻ പാടില്ല. ഞാനൊരു ഉദാഹരണം കൂടി പറയാം. പിന്നെ എൻ്റെ അടുത്ത് വന്ന ഒരു കേസാണ്. ഒരു കോളേജ് വിദ്യാർത്ഥി എൻ്റെ അടുത്തേക്ക് വരുന്നത്. ആ കുട്ടിയുടെ ഫാദറാണ് എന്നെ ആദ്യം വിളിച്ചത് ഗൾഫിൽ നിന്ന്. ആൺകുട്ടിയാണ്. പിന്നെ വളരെ നല്ല റിലീജിയസ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഞാൻ ഗൾഫിലാണ്, ഭാര്യയും മക്കളുമാണ് നാട്ടില്. അത്യാവശ്യം നല്ല മതപരമായ കാര്യങ്ങളിലൊക്കെ നിഷ്ഠയുള്ള ഒരു ഫാമിലിയാണ് എന്നൊക്കെ പരിചയപ്പെടുത്തി. അതുകൊണ്ട് സാറിന്റെ സമയമൊക്കെ ചോദിച്ച് സാറിന്റെ അടുത്തേക്ക് ഞാൻ എൻ്റെ ഭാര്യയും കൂട്ടി മകനെ വിടാം. അങ്ങനെ മകനും ഭാര്യയും വന്നു. ആദ്യം ഭാര്യ, കാരണം മുതിർന്ന ആളുകളാണല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിഷയങ്ങൾ പക്വമായി നമ്മളോട് സംസാരിക്കുക മുതിർന്ന ആളുകളാണ്. അപ്പോൾ മുതിർന്ന ആള് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവര് രാത്രി പോലും പ്രാർത്ഥനയൊക്കെ നടത്തുന്ന ഒരു മുസ്ലിം സ്ത്രീയാണ്. ഭയങ്കര പിന്നെ മതഭക്തയാണ്. മകൻ നന്നായി വളരണം, ഒരു മകനേ ഉള്ളൂ, മകൻ നന്നായി വളരണം എന്നാണ് അവരുടെ താല്പര്യം. ഇങ്ങനെ മകൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പ്രേമമൊക്കെ ഉണ്ടായി. അത് മറ്റൊരു സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയുമായിട്ടാണ് പ്രണയം. എന്നിട്ട് ഇവര് ബൈക്കിലൊക്കെ ഒരുമിച്ച് പോകുന്നതായിട്ട് ആരൊക്കെയോ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ബന്ധമുള്ളത് അവരറിയുന്നത്. അവര് പരമസാധുവായ ഒരു സ്ത്രീയാണ്. സാധു എന്ന് വെച്ചാൽ സ്വഭാവപരമായി വളരെ സെൻസിറ്റീവ് ആൻഡ് സിമ്പിൾ ആൻഡ് ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായതാണ് പ്രശ്നം. അതിന് കാരണമായി അവർ പറയുന്നത് മകൻ നാട്ടിലെ ഒരു യുവജന സംഘടനയുമായി ബന്ധമുണ്ട്. സന്ധ്യയ്ക്ക് ശേഷം ആ യുവജന സംഘടനയുടെ ഒരു സെന്റർ ഉണ്ട്, അവിടെ ആ സെന്ററിലാണ് പോയിരിക്കുക. അപ്പോൾ അവിടെ വരുന്ന യുവാക്കളുടെ എല്ലാ ദുശ്ശീലവും അല്പം പുകവലിയും മറ്റുമൊക്കെ ഉണ്ട് മോന്, ഇങ്ങനെ ഇതുണ്ട്. അപ്പൊ അവന് ഇങ്ങനെ ഒരു കുട്ടിയുമായുള്ള ബന്ധം എത്ര പറഞ്ഞിട്ടും അവൻ ഒഴിവാക്കുന്നില്ല. ഞാൻ ചോദിച്ചു, എന്നിട്ടും നിങ്ങളിപ്പോ കൊണ്ടുവന്നപ്പോ നിങ്ങളുടെ കൂടെ വന്നല്ലോ, എന്താ കാരണം? അപ്പൊ പറഞ്ഞു, ഇവന്റെ ഒരു ഉറ്റ സുഹൃത്തും ഇവനും കൂടി യാത്ര ചെയ്യുമ്പോൾ ബൈക്ക് ആക്സിഡന്റിൽ ആ സുഹൃത്ത് മരണപ്പെട്ടു.
അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ചയായിട്ട് ഇവൻ ഒരു ചെറിയ ഷോക്കിലാണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് കംപ്ലീറ്റ് കറക്റ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഷോക്കിൽ നിന്ന് മുക്തി നേടുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് ഇപ്പൊ എന്ത് പറഞ്ഞാലും ഇവൻ കേൾക്കും. ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചെടുക്കണം എന്നതാണ് ഈ മാതാവിന്റെ താല്പര്യം. അപ്പൊ ഞാൻ പിന്നെ അത് ആ സെഷൻ കഴിഞ്ഞിട്ട് മകനുമായിട്ടുള്ള ഒരു സിറ്റിംഗ് ആരംഭിച്ചു. അവൻ വളരെ ടോക്കറ്റീവ് ആണ്. സാധാരണ നമ്മൾ പ്രയാസപ്പെടുക, ഇങ്ങനെയുള്ള കേസ് വന്നു കഴിഞ്ഞാൽ മിണ്ടൂല. നമ്മൾ പറയുന്ന വേണമെങ്കിൽ ഉപദേശിച്ചാൽ ഉപദേശം കേട്ടുകൊണ്ട് പോകാം എന്ന നിലപാടാണ് ഇത്തരം കേസിൽ സാധാരണ കുട്ടികൾ കാണിക്കുക. ഇവനാണെങ്കിൽ വന്ന മുതലേ വളരെ ഓപ്പൺ ആൻഡ് ഫ്രാങ്ക് ആയിട്ട് കാര്യങ്ങൾ പറയുന്നു. ഞാൻ ഞെട്ടിത്തരിച്ചിരുന്നു, കാരണം എനിക്കൊന്നും പറയേണ്ടി വന്നില്ല. അവൻ തന്നെ കംപ്ലീറ്റ് ഹിസ്റ്ററി പറയുന്നു. എന്നിട്ട് in between his talk he convinced me that he had sexual relation with that particular girl. ഞാൻ ആകെ ഷോക്ക്ഡ് ആയി. ഇത്രയും പ്രണയം മൂത്ത് ഇത്രത്തോളം എത്തിയ കേസ് ആദ്യമായിട്ടാണ് എൻ്റെ മുമ്പിൽ എത്തുന്നത്. പ്രണയം മൂത്ത് വേറെ പലതുമൊക്കെ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സെക്ഷൽ റിലേഷൻ പോലും ആ കുട്ടിയുമായിട്ട് ഇവൻ ഉണ്ട് എന്ന് പറഞ്ഞ ശേഷം ഇവൻ എന്നോട് ചോദിക്കുകയാണ്, സാർ ഇനി പറ, ഞാൻ ആ പെൺകുട്ടിയെ ഉപേക്ഷിക്കണമെന്നാണോ? അപ്പോ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയായി നമുക്ക് ഒരു ഉപദേശം കൊടുത്ത് അവസാനിപ്പിക്കാൻ പറ്റുന്ന കേസാണ് എന്ന് ആരും ധരിക്കരുത്. വളരെ വ്യത്യസ്തമായ ഇഷ്യൂസ് ഒക്കെയാണ് നമ്മുടെ മുമ്പിൽ എത്തുക. അപ്പൊ അവിടെ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല. എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഒരു കാരണവശാലും നമ്മളായി ഒരു ഉപദേശം കൊടുക്കരുത്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വൈസ് അല്ല. നമ്മൾ നമ്മുടെ ക്ലയന്റിനെ എംപവർ ചെയ്തിട്ട് അവരുടെ പ്രോബ്ലം അവർ തന്നെ സോൾവ് ചെയ്യണം. അപ്പോൾ അവർ ക്ലിയർ കട്ടായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്യുക, അത് സ്വീകരിക്കാൻ ആവശ്യപ്പെടില്ല. അപ്പൊ അവന്റെ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആണ്, എന്നാ പിന്നെ നീ അത് തന്നെ ചെയ്തു മോനെ എന്നും നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ നമ്മൾ അവനോട് നേരത്തെ പറഞ്ഞതുപോലെ ഭർത്താവിനോട് ചോദിക്കില്ല, നിങ്ങളുടെ ഭാര്യ വേറൊരുത്തനുമായിട്ട് പോകുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുമെന്ന് പറഞ്ഞതുപോലെ പ്രൊവോക്ക് ചെയ്യാതെ, കൗൺസിലിയെ പ്രൊവോക്ക് ചെയ്യാതെ, ഹരാസ് ചെയ്യാതെ, വളരെ പ്ലീസിങ്, ഇതൊക്കെ റാപ്പോ ബിൽഡിംഗ് പെർഫെക്റ്റ് ആയാലേ നമുക്ക് നടക്കുള്ളൂ. നല്ല റാപ്പോ ഉണ്ടായാലാണ് നമുക്ക് എന്തും പറയാം. വളരെ നെഗറ്റീവായ സ്ട്രോക്കും നമുക്ക് ഒരു കൗൺസിലിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ല റാപ്പോ ബിൽഡ് ചെയ്ത ശേഷം അവർ എത്തിച്ചേർന്ന ഒരു സൊല്യൂഷൻ തന്നെ പെർഫെക്റ്റ് ആണോ അല്ലയോ, അതിന്റെ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ച്, അതിന്റെ വരും വരായികളെ കുറിച്ച്, അതിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മളത് പ്രൊസീഡ് ചെയ്യേണ്ടത്. അപ്പൊ സ്പിരിച്വൽ കൗൺസിലിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറെ വാല്യൂ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കുറെ വാല്യൂസ് ഉണ്ട്. അത് ഞാൻ നാളത്തെ ക്ലാസ്സിൽ പറയാം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രധാനമായിട്ടും ഇതിനെ കുറിച്ചുള്ള ഒരു ശരിയായ കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടാകണം. Counseling എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് an empowerment. We will empower the counselee to solve the solutions by himself or herself. അവർ തന്നെ സ്വന്തം പ്രശ്നം പരിഹരിക്കും. നമ്മൾ നന്നായി കേൾക്കും. ഈ ലിസണിങ് എന്ന് തന്നെ, ഹിയറിംഗ് അല്ല ശരിക്കും ലിസണിങ്. എന്താണ് ലിസണിങ്ങും ഹിയറിംഗും തമ്മിലുള്ള വ്യത്യാസം? കണ്ണുകളിൽ നോക്കിക്കൊണ്ട് കേൾക്കുക, ലിസണിങ്. ഓക്കെ, കണ്ണുകളിൽ നോക്കി കേൾക്കുക, അത് ലിസണിങ്. അപ്പോ പിന്നെ ഹിയറിംഗ് ഹിയറിംഗ് എന്തും കേൾക്കാം. ഹിയറിംഗില് പൊതുവെ നമ്മളൊരു മറുപടി അവർക്ക് പറയാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത്. നമ്മൾ മറുപടി ഒന്നും മനസ്സിലുണ്ടാകും. ലിസണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രീ കൺസീവ്ഡ് നോഷനും ഇല്ലാതെ, ആൾക്ക് ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ അവരെ കേൾക്കുക, അത് കേൾക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നിപ്പിക്കുക. ഏതാണ് ഹയർ ലെവലിൽ വരിക? ലിസണിംഗ് ആണ്. ഈ ഹിയറിംഗ് കോൺഷ്യസ് ആകണമെന്നില്ല. പലപ്പോഴും ഭർത്താക്കന്മാര് വിജയിക്കുന്ന എന്തുകൊണ്ടാണ് കുടുംബത്തിന്? എങ്ങനെ നല്ല ഭർത്താവാകാൻ പറ്റുക? ഇത് സ്ത്രീകളെന്നോട് ക്ഷമിക്കണം, ഞാനൊരു തമാശ കലർത്തി പറയുന്നേ ഉള്ളൂ. ഭാര്യയെ ലിസൺ ചെയ്യാൻ പോയാല് പലപ്പോഴും നമുക്ക് അബദ്ധം പറ്റും. അപ്പോ പല ആളുകൾ രക്ഷപ്പെടുന്നത് ഹിയറിംഗിലൂടെയാണ്. എന്ത് പറഞ്ഞാലും അത് തലയാട്ടും, എതിർക്കാൻ നിൽക്കില്ല. ഒരു തമാശ പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും ഹിയറിംഗിൽ അല്ല, അവർക്ക് നമ്മൾ വേറെ കപ്പിൾസ് ട്രെയിനിങ് വേറെ കൊടുക്കും കേട്ടോ. നമ്മുടെ കയ്യിൽ എല്ലാറ്റിനും ഓരോ വെടിക്കെട്ടുണ്ടാവും. ശരി, ലിസണിങ്ങിന് ഒരു അറ്റൻഷൻ വേണ്ടേ? യെസ്, അതാണ് പറയാൻ വന്നത്. അപ്പോ ഹിയറിംഗ് കോൺഷ്യസ് ആകണമെന്നില്ല. നമ്മൾ ഒച്ച കേൾക്കുന്നത്, നമ്മൾ ഒച്ച കേൾക്കാൻ വേണ്ടി കാത് കൂർപ്പിക്കുമ്പോഴല്ല ഒച്ച കേൾക്കുന്നത്.
ഇടിമുഴക്കം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു ടയർ പൊട്ടുന്നു അടുത്ത വർക്ക്ഷോപ്പിൽ, ഒരു കാറിന് ടയർ പഞ്ചർ ആകുന്നു. അങ്ങനെയുള്ള ശബ്ദങ്ങൾ നമ്മൾ ആഗ്രഹിക്കുമ്പോഴോ ശ്രമിക്കുമ്പോഴോ കേൾക്കുന്ന, അല്ലെങ്കിൽ കേട്ടുപോകണം. അപ്പൊ ഹിയറിങ്ങിന് ഒരു കോൺഷ്യസ് എഫേർട്ട് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതിനൊരു റിസൾട്ട് ഉണ്ടാവില്ല. കേട്ടു, അതിനപ്പുറത്ത് അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നില്ല. അതേസമയത്ത് ലിസണിങ് എന്ന് പറയുമ്പോൾ ആ പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആരാണോ ലിസണർ, ആ ലിസണർ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് കേൾക്കണം, അത് ശ്രദ്ധിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു. അതൊരു കോൺഷ്യസ് എഫേർട്ടാണ്. അറ്റൻഷൻ ഉണ്ട് അവിടെ, ഒരിക്കലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുന്നില്ല. അതാണ് നേരത്തെ പറഞ്ഞത്, കണ്ണിനോട് ചേർത്ത് നിർത്തണം. കണ്ണിനോട് ചേർക്കണമെന്ന് നിർബന്ധമില്ല. അത് പിന്നെ ചിലപ്പോൾ പ്രശ്നമാണ്. ഒരു കൗൺസിലിംഗ് നമ്മുടെ മുമ്പിൽ വന്നിരുന്നു. ഞാനൊരു പുരുഷൻ കൗൺസിലറാണ്. ഒരു അത്യാവശ്യം കാണാൻ കൊള്ളാന്നുള്ള സുന്ദരിയായ ഒരു പെണ്ണ്. ഞാനിങ്ങനെ വന്നിരുന്ന മുതൽ തന്നെ ലിസണിങ് ആണല്ലോ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ. ഞാനിങ്ങനെ കണ്ണിൽ തന്നെ കുറെ നോക്കിയിരുന്നാല് നേരെ 5 മിനിറ്റ് കഴിയുമ്പോൾ പുറത്തിറങ്ങിയിട്ട് ഇയാൾ എന്റെ കണ്ണിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പോകും. അപ്പോ അതൊക്കെ നമ്മുടെ സെറ്റിങ്സുമായി ബന്ധപ്പെട്ടതാണ്. സാഹചര്യ എന്താണ് അടിയിട്ടാളെല്ലാ വകുപ്പും ഉണ്ടാവും. അടിയിട്ടാളെല്ലാ വകുപ്പും ഉണ്ടാവും. അപ്പോ പക്ഷെ ലിസണിങ് നമുക്ക് കണ്ണടച്ചിട്ടും കേൾക്കാമല്ലോ. ഇപ്പൊ പാട്ട് കേൾക്കുന്ന ചില ആളുകൾ ശ്രദ്ധിച്ച് കേൾക്കാന്നുള്ളതല്ലേ സാറേ? അതെ, കറക്റ്റ്. ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ആ ശ്രദ്ധയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരു പാസീവ് ലിസണിങ് ഉണ്ട്, ആക്റ്റീവ് ലിസണിങ് ഉണ്ട്. ആ ലിസണിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ വി ക്യാൻ ഗോ ഫോർ അനദർ കാറ്റഗറൈസേഷൻ, പാസീവ് ലിസണിങ് ആൻഡ് ആക്റ്റീവ് ലിസണിങ്. പാസീവ് ലിസണിങ് നമ്മൾ ഒരു ഭാവമാറ്റവും നമുക്ക് ഉണ്ടാവുന്നില്ല. ഒരു ജസ്റ്റർ നമ്മൾ പ്രകടിപ്പിക്കുന്നു, ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അതൊന്നും ലിസണിങ് ആണ്, കേൾക്കണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് കേൾക്കുക. പക്ഷേ ആക്റ്റീവ് ലിസണിങ് ആവുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ വയ്ക്കും. എന്നിട്ട് അപ്പൊ നീ എന്ത് പറഞ്ഞു, അപ്പൊ എന്ത് പ്രതികരണം കൊണ്ടുണ്ടായത്, എന്തെങ്കിലും മെച്ചം ഉണ്ടായോ, പ്രശ്നം പരിഹരിക്കാൻ പറ്റിയോ, ഇങ്ങനെ നമ്മൾ അതിനിടയിൽ കുറെ ഫ്രൈസസ്, കുറെ വേർഡ്സ് ആ പറയുന്ന ആളെ ഒന്ന് എൻകറേജ് ചെയ്യിപ്പിക്കുന്ന രൂപത്തിൽ, ബോണ്ടിങ് സ്ട്രോങ് ആക്കുന്ന രൂപത്തിൽ ചില ചോദ്യങ്ങൾ, ചില ജസ്റ്റേഴ്സ്. കോട്ടുമായിട്ടാൽ എങ്ങനെ ഉണ്ടാവും? ലിസണിങ് ആണ് കൗൺസിലിംഗ്. പക്ഷേ കൗൺസിലിംഗ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളിങ്ങനെ കോട്ടുപോയിടുന്നു, അല്ലെങ്കിൽ നമ്മളിങ്ങനെ തല ചൊറിയുന്നു, ഇയാൾ നിർത്തിയിട്ട് പോയാൽ മതി എന്നുള്ള ഭാവമാണ് എന്നാണ് അവർക്ക് മനസ്സിലാവുക. അപ്പൊ ആക്റ്റീവ് ലിസണിങ് വരുമ്പോൾ വി വിൽ ബി ഫോക്കസിങ് ഓൺ ടു ദ ഇഷ്യൂ, ടു ദ വേർഡ്സ് ദ കൗൺസിലിംഗ് അട്ടേഴ്സ്. ആ രീതിയിൽ ആക്റ്റീവായിട്ട് നമ്മൾ ലിസൺ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോ റിലീജിയസ് തെറാപ്പി അല്ല സ്പിരിച്വൽ കൗൺസിലിംഗ് എന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. റിലീജിയസിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാവും. അതേ സമയത്ത് ഇപ്പുറത്ത് പിന്നെ പൊതുവായ മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മളുടെ കാഴ്ചപ്പാടുകളും മൂല്യസങ്കല്പങ്ങളും അടിച്ചേൽപ്പിക്കാതെയുള്ള ഒരു സെഷൻ ആയിരിക്കും നമ്മൾ സ്പിരിച്വൽ കൗൺസിലിംഗിന്റെ സെഷൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഞാൻ രസകരമായ ഒരു സംഭവം കൂടി പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 5-10 മിനിറ്റ് നമുക്ക് ചോദിക്കുകയും ചെയ്യാം. എൻ്റെ അടുത്ത് വന്ന ഒരു കേസ്, വളരെ വിചിത്രമായ ഒരു കേസ്. പിന്നെ ഗ്രാൻഡ് പാരൻസിന്റെ ലവ് അഫെയർ ആണ് എൻ്റെ അടുത്ത് വന്നത്. ഇതും റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ടാണ് സ്പിരിച്വൽ കൗൺസിലിംഗിന്റെ ക്ലാസ്സിൽ ഞാനിത് ഉദ്ധരിക്കുന്നത്. ഗ്രാൻഡ് പാരൻസ് തമ്മിലുള്ള ഒരു ലവ് അഫെയർ. അപ്പോൾ ഒരു ദിവസം ഒരു ചെറുപ്പക്കാരനെ കാണാൻ വന്നു. അവൻ അത്യാവശ്യം നല്ല ഹൈലി റിലീജിയസ് ആയ, പിന്നെ വീട്ടുകാരോടൊക്കെ നല്ല സ്നേഹമുള്ള, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച് അത്യാവശ്യം നല്ല റിലീജിയസ്ലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. എന്നോട് വന്ന് പറയുന്നത് സ്വന്തം മാതാവിനെ കുറിച്ചാണ്. എൻ്റെ മാതാവിന് നാട്ടിലെ ഒരു കാരണവരുമായി ഒരു പ്രണയം. ഇതാണ് അദ്ദേഹത്തിന് പറയാനുള്ള വിഷയം. എന്താണ് ഇങ്ങനെ കേട്ടാൽ ആദ്യം നിങ്ങൾക്ക് അയാളോട് ചോദിക്കാൻ തോന്നുക? നിങ്ങൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കുന്നത് എന്താണ് അങ്ങനെ ചോദിക്കാം. എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കും. അതെങ്ങനെ മനസ്സിലായി, എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കാം. പിന്നെ അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കാം. കാരണം എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, എക്സാക്ട്ലി. ഈ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. സരസമായിട്ടാണ്, കാരണം നല്ലൊരു ബോണ്ട് ബിൽഡ് ചെയ്താലാണ് അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുക. അപ്പോ അദ്ദേഹം പറഞ്ഞു വാപ്പ ജീവിച്ചിരിപ്പുണ്ട്, പിതാവ് ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ തെളിവ്, ആരാണ് ഇത് കണ്ടത്, എങ്ങനെയാണ് അറിഞ്ഞത്? ഈ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ പിന്നെ സബ്സിഡറി ആയിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോ ഇത് അവരോട് കുടുംബത്തിൽ മൊത്തം പറഞ്ഞത് ഈ വന്ന ചെറുപ്പക്കാരന്റെ അനുജന്റെ ഭാര്യയാണ്. എത്രത്തോളം സംഭവം ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഈ കഥാപാത്രം മീൻസ് ഇവിടെ പിതാവുണ്ട്, മാതാവിനെ കുറിച്ചാണ് ഈ ഒരു പ്രശ്നം ഉന്നയിച്ചിട്ടുള്ളത്. ഈ മാതാവിന്
നാട്ടിലെ മറ്റൊരു കാരണവരുമായിട്ടാണ് ബന്ധം. ഈ കാരണവരെ സന്ധ്യ മയങ്ങുന്ന നേരത്ത് കോമ്പൗണ്ടിന്റെ ഉള്ളിൽ കാണുന്നു. എന്നിട്ട് അനുജന്റെ ഭാര്യയെ കണ്ടപാടെ ഈ വൃദ്ധൻ കോമ്പൗണ്ട് ചാടി ഓടിപ്പോകുന്നു. ഇതാണ് ഇപ്പൊ എൻ്റെ അടുത്ത് വരാനുള്ള കാരണം. സംഭവം തുടങ്ങിയിട്ട് കുറെ മാസങ്ങളായി. അപ്പോ ഒരു കൗൺസിലർ എന്ന നിലയിൽ നമ്മൾ കുറെ കേൾക്കും, കുറെ അറിയാൻ ശ്രമിക്കും. അതിൽ പ്രധാനപ്പെട്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ അടുത്ത് വന്നത് എന്നതും പ്രധാനമാണ്. കാരണം നമ്മുടെ ട്രസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ എൻ്റെ അടുത്ത് വരാനുണ്ടായ കാരണം എന്താണ് എന്ന് നമ്മൾ ചോദിക്കും. അപ്പൊ അവൻ പറഞ്ഞ മറുപടിയാണ് ഇങ്ങനെ ഈ പറഞ്ഞ കഥാപാത്രം കോമ്പൗണ്ട് ചാടി സന്ധ്യയ്ക്ക് ശേഷം പോകുന്നത് അനുജന്റെ ഭാര്യ കണ്ടിരിക്കുന്നു. അപ്പോ ഈ സംഭവ വിവരണം കേട്ടപ്പോ തന്നെ സത്യത്തിൽ എൻ്റെ മനസ്സിൽ ഒരു നിഗമനം വന്നിരുന്നു. ഞാനത് പറഞ്ഞില്ല. അത് പറഞ്ഞ കുറെ പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇങ്ങനെയുള്ള ഫാമിലി മാറ്റേഴ്സ് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, റിലേഷൻ ബ്രേക്ക് ആകാതെ നോക്കലാണ്. ഈ കൗൺസിലി റിലേഷൻ മാത്രമല്ല, ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാടിൽ ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾ കേൾക്കരുത്. നമ്മുടെ ഇഷ്യൂവിൽ ഉൾപ്പെട്ട ആളുകൾ തമ്മിലുള്ള റിലേഷൻസിനെ സ്ട്രോങ് ആക്കി നിലനിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ, എൻ്റെ അനുഭവത്തിൽ എല്ലാ ഫാമിലി ഇഷ്യൂസും എനിക്ക് പരിഹരിക്കാൻ പറ്റിയത് ആ ഒരു സ്ട്രാറ്റജിയിലാണ്. അപ്പൊ എൻ്റെ മുഖ്യമായ ഒരു ലൈൻ എന്താന്ന് വെച്ചാൽ, റിലേഷൻസ് ബ്രേക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ മകൾക്ക് ഒരു അന്ധമായ ഒരു പ്രണയം, എന്നിട്ട് പിതാവ് കുട്ടിയെ വല്ലാതെ തല്ലുന്നു, കുട്ടി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലുള്ള കേസുകൾ വന്നിട്ടുണ്ട്. അവിടെ ഞാൻ ഈ പ്രണയം എന്നത് സെക്കൻഡറി ആക്കിയാണ് എടുക്കുക. പ്രണയമാണ് യഥാർത്ഥം എൻ്റെ അടുത്തേക്ക് അവരെ കൊണ്ടുവന്നത്, അതാണ് മുഖ്യമായ പ്രശ്നം. പക്ഷെ ഞാൻ പരിഹരിക്കാൻ ആദ്യം ശ്രമിക്കുക അച്ഛനും മകളും തമ്മിലുള്ള ബന്ധമാണ്. ഞാൻ അച്ഛനോട് പറയുക, നിങ്ങളുടെ ബന്ധം നിങ്ങൾ സ്ട്രോങ് ആക്കിയാലാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ എനിക്ക് പറ്റുക. അതുകൊണ്ട് നിങ്ങൾ മകളുമായുള്ള റിലേഷൻ നന്നാക്കണം. ഇതൊന്നും ആദ്യം പറയുമ്പോൾ ദഹിക്കൂല. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന മോളെ എന്ന് വിളിക്കണമെന്നാണോ സാറേ പറയണമെന്നാണ് ആദ്യം ചോദിക്കുക. അങ്ങനെ വിളിച്ചേ പറ്റൂ. നിങ്ങൾക്കിത് പരിഹരിക്കണം എന്നാണെങ്കിൽ അങ്ങനെ മോളെ എന്ന് വിളിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ നഷ്ടപ്പെടും. ഇന്നത്തെ നിയമം നിങ്ങൾക്ക് വല്ലതും അറിയോ? ആളുകൾ ധരിച്ചു വെച്ചേക്കുന്നത് 18 വയസ്സ് പെണ്ണിനും 21 വയസ്സ് ആണിനും വേണമെന്നാണ്. ഞാൻ നിയമം പഠിച്ച ആളാണ്. നിയമത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളൂ. പക്ഷേ കോടതി വിധികൾ അതിന് വിരുദ്ധമായി പലതും വന്നിട്ടുണ്ട്. 17 വയസ്സുള്ള ഒരു പെൺകുട്ടി പറയുകയാണ് എനിക്ക് ഇന്ന ആളുമായിട്ട് മാത്രം ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ കോടതിയും നിയമങ്ങളും പെൺകുട്ടിയുടെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര നിയമം പറഞ്ഞിട്ടും LLB LLM വെച്ചിട്ടും ഈ അഡ്വക്കറ്റായ പിതാവിന് രക്ഷപ്പെടാനൊന്നും പറ്റൊന്നുമില്ല. പെൺകുട്ടികൾക്ക് അവരുടെ താല്പര്യമനുസരിച്ച് പോകാൻ പറ്റുന്ന സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുകയാണ്. ലിവിങ് ടുഗദറിന് നിയമപ്രാബല്യമുള്ള ഒരു കാലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. സ്വവർഗ അനുരാഗികൾ തമ്മിൽ വിവാഹം കഴിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോ നമ്മുടെ വാല്യൂ സിസ്റ്റം വെച്ചുകൊണ്ടൊന്നും ഇത്തരം ഇഷ്യൂസിനെ ഡീൽ ചെയ്യാൻ നിൽക്കരുത്. വാല്യൂ സിസ്റ്റം മോശമാണെന്ന അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. വാല്യൂ സിസ്റ്റത്തിന്റെ ഏറ്റവും വിശാലമായ തലത്തിൽ നിന്നുകൊണ്ടേ ഇത്തരം വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാവൂ എന്ന നിലക്കാണ്. ശരി, അപ്പോ ഈ ഗ്രാൻഡ് പാരന്റ്സ് തമ്മിലുള്ള പ്രണയം കേട്ടപ്പോ തന്നെ എൻ്റെ മനസ്സിൽ ഒരു ആശയം വന്നിരുന്നു. അത് ഞാൻ അവസാനം പറയാം. കഥകൾ കുറെ കേട്ടു. അപ്പോ തെളിവുകൾ പരതണമല്ലോ. ഒരു വിഷയം വിശ്വസിക്കണമെങ്കിൽ തെളിവുകൾ വേണം. അപ്പോ അദ്ദേഹം പറഞ്ഞു തെളിവുണ്ട്. വൈകുന്നേരം ആവുമ്പോ വീട്ടിലെ ആട്ടിൻകുട്ടിയുമായിട്ട് മാതാവ് ഇങ്ങനെ പുല്ല് തെറ്റിക്കാൻ വേണ്ടി കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ കഥാപാത്രം അവിടെയാണ് വരിക. അദ്ദേഹം നാട്ടിലൊരു പ്രമാണിയാണ്. കാര്യപ്പെട്ട ചില സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇങ്ങനെ ആ സമയത്ത് അതിലൂടെ വരമ്പിലൂടെ പോകും. അപ്പൊ അവിടെ വെച്ചിട്ടാണ് അവരുടെ പ്രണയ സല്ലാപങ്ങളൊക്കെ നടക്കുക എന്നതൊക്കെയാണ് എന്നെ പറഞ്ഞു ധരിപ്പിച്ചത്. അപ്പോ ഞാൻ ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ആ കുടുംബത്തിൽ ഈ മകനല്ലാതെ ഈ മാതാവിനോട് ആരും സംസാരിക്കുന്നില്ല. കാരണം അവർക്ക് വന്ന ബോധ്യം എന്താന്ന് ചോദിച്ചാൽ, ആര് പറഞ്ഞിട്ടും ഈ ബന്ധം അവസാനിപ്പിക്കാൻ ഈ ഉമ്മാമ്മ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് പലരും ഇപ്പൊ വീട്ടിൽ വരാറില്ല, അവരോട് സംസാരിക്കാറില്ല. ഇവന് പണ്ടേ നല്ലൊരു ബന്ധമുള്ളത് കൊണ്ട് സംസാരിക്കുന്നു എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് പോയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എല്ലാവരെയും വിളിച്ച് കൂട്ടുക. കുടുംബത്തിലെ ഈ വിവരം അറിയുന്നവരെ വിളിച്ചു കൂട്ടിയാൽ മതി. വിളിച്ചു കൂട്ടിയിട്ട് പറയുക, ഒരു സാറ് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് ഏറ്റിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് പരിഹരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് എല്ലാവരും ഈ സ്ത്രീയുമായി നല്ല നിലയിൽ സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യണമെന്നാണ്. അങ്ങനെ 2 മാസം വരെ ആ ഒരു സിസ്റ്റത്തെ, ആ ഒരു സ്ട്രാറ്റജിയെ സപ്പോർട്ട് ചെയ്ത് റിലേഷൻ നന്നായി സ്ട്രോങ് ആക്കി.
അങ്ങനെ സംഭവിച്ചപ്പോ തന്നെ ഞാൻ പറയാതെ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, എല്ലാവരും ഈ മാതാവുമായി സംസാരിക്കാൻ തുടങ്ങിയപ്പോ അനുജന്റെ ഭാര്യ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി. ഇനി ബാക്കി പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് അവരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന്. ഞാൻ ആദ്യം പറഞ്ഞില്ല, ആരാണ് കണ്ടതെന്ന് ചോദിച്ചു, അനുജന്റെ ഭാര്യയാണ് കണ്ടത്. പിന്നെ ഇങ്ങനെ യാദൃച്ഛികമായിട്ട് ഇപ്പോ ആടിനെ മേയ്ക്കാൻ പോകുമ്പോ ഒരാളുമായിട്ട് സംസാരിക്കല്ലോ, മനുഷ്യരല്ലേ, ഒരേ നാട്ടുകാരാവുമ്പോ പരിചയക്കാരാവുമ്പോ സംസാരിക്കല്ലോ. അതിനെയൊക്കെ നമ്മൾ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടുണ്ടോ? പിന്നെ ടെലിഫോൺ ബില്ല് കൂടി എന്നതാണ് അവർ പറഞ്ഞത്. ടെലിഫോൺ ബില്ല് സംസാരിക്കുമ്പോൾ ബില്ല് കൂടുമല്ലോ, അതൊന്നും അല്ലല്ലോ പ്രശ്നം. ഇപ്പൊ ഒരാളുമായി അധികം സംസാരിക്കുന്നതിനെ മോശമായി കാണേണ്ടതില്ല. യാദൃച്ഛികമായി ആട് മേയ്ക്കാൻ പോയപ്പോൾ സംസാരിച്ചു എന്നത് തെളിവാകേണ്ടതില്ല. പിന്നെ ഈ പറഞ്ഞ സംഭവം, ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ രാത്രി നേരത്ത് കോമ്പൗണ്ട് ചാടിപ്പോയി എന്നൊക്കെ പറയാം. ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ പിന്നെ വിശ്വസിക്കാമല്ലോ. ഇത് വിശ്വസിച്ച ആളുകൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അത് പറഞ്ഞിട്ട് ഒരു ചോദ്യോത്തരം നടന്നതാണ് കുടുംബത്തിൽ പിന്നെ പ്രയാസങ്ങൾ ഉണ്ടായത്. പിതാവ് വളരെ മാന്യനും നിശബ്ദ ജീവിയും ആയതുകൊണ്ട് അയാള് ഭാര്യയെ ഒഴിവാക്കിയില്ല എന്ന് മാത്രം. ഭാര്യയോട് അയാളെ മിണ്ടുന്നില്ല. പക്ഷെ ഈ ഒരു റിലേഷൻ സുദൃഢമാക്കിയപ്പോൾ അനുജന്റെ ഭാര്യ പിണങ്ങിപ്പോയി. പിന്നെ അത് നന്നാക്കലായിരുന്നു കൗൺസിലർ എന്ന നിലയിൽ എൻ്റെ രണ്ടാമത്തെ ദൗത്യം. ഞാൻ ഇവിടെ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. രണ്ടാമത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു സ്പിരിച്വൽ പേഴ്സണെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, ഏതൊക്കെ വിധത്തിലാണ് നമ്മൾ ഇന്റർവെൻഷൻസ് നടത്തുക എന്നതിനെ കുറിച്ചൊക്കെ പിന്നെ നാളത്തെ ക്ലാസ്സിൽ ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട അത്യാവശ്യം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ഹിയറിംഗ് ആയിരുന്നോ ലിസണിംഗ് ആയിരുന്നോ? ലിസണിംഗ് ആയിരുന്നു. ശരി, ചോദിച്ചോളൂ. എന്തെങ്കിലും ഈ സ്പിരിച്വൽ കൗൺസിലിംഗ് അതിന്റെ പിന്നെ ശരിയായ രീതിയിൽ നമ്മുടെ കേരളത്തിലൊക്കെ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ? ഇപ്പോ മനസ്സിലാക്കി നടത്തുന്നവരുണ്ടോ ശരിക്കും? അങ്ങനെ എനിക്ക് പറയാൻ ധൈര്യമില്ല. കാരണം അതൊരു ടോപ്പിക് എന്നതിനപ്പുറം ഒരു പ്രൊഫഷണൽ എക്സർസൈസ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടോ എന്നത് കൂടുതൽ അന്വേഷിച്ചിട്ട് വേണം. എൻ്റെ കൗൺസിലിംഗ് ഗ്രൂപ്പിൽ കുറെ കൗൺസിലേഴ്സുമായിട്ട് ബന്ധമുണ്ട്. പേഴ്സണലി റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാല്യൂസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളുണ്ട് അക്കൂട്ടത്തിൽ. പൊതുവെ കൗൺസിലേഴ്സ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ വാല്യൂ സിസ്റ്റം ഉള്ള ആളുകളായിരിക്കും പൊതുവെ. കാരണം ഇതിന്റെ കുറച്ചുകൂടെ ഡെപ്തിൽ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം, ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ആയിട്ട് സൈക്കോളജിസ്റ്റിനെ ആക്ട് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. എന്നുവെച്ചാല് നമ്മളായി നിന്നുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കൗൺസിലിംഗ് നടത്താൻ പറ്റില്ല. നമ്മൾ ഒരു പുതിയൊരു വ്യക്തിത്വമായി കൗൺസിലിംഗ് ടേബിളിൽ രൂപപ്പെടേണ്ടി വരും. നമ്മുടെ വാല്യൂ സിസ്റ്റത്തിന് ഘടകവിരുദ്ധമായത് ഒരുപക്ഷെ നമ്മൾ പിന്നെ ചിലപ്പോൾ സജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ അത്രയും ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ എത്തിപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടാകാം അതിന്റെ ഡെപ്തിൽ. ആ ഒരു പിന്നെ കോൺസെപ്റ്റിൽ നോക്കുമ്പോൾ നമ്മളെ ഫിസിക്കൽ അപ്പിയറൻസ് പോലും ബാധിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ അല്ലെ? ഇപ്പൊ ഒരു റിലീജിയസ് ആയിട്ടുള്ള നമ്മളെ ഡ്രസ് കോഡിലാണ് കൗൺസിലിങ്ങിന് ഇരിക്കണമെങ്കിൽ പ്രശ്നമാകേണ്ടതില്ലെന്നാ തോന്നുന്നത്. അതായത് ഇപ്പോ നമ്മളിപ്പോ കഴുത്തിൽ ഒരു കുരിശുമാല കാണുന്നു, അല്ലെങ്കിൽ ചന്ദനക്കുറിയുണ്ട്, അല്ലെങ്കിൽ തൊപ്പി വെച്ചിട്ടുണ്ട് എന്നതൊന്നും വ്യക്തിബന്ധങ്ങളെ അങ്ങനെ സ്വയം റിലീജിയസ് ആയ ആളുകൾ പോലും വളരെ നല്ല ബന്ധം പുലർത്തുന്ന ആളുകളുണ്ട്. പക്ഷെ ചിഹ്നങ്ങൾ പൊതുവെ അനിവാര്യമല്ലാത്ത ചിഹ്നങ്ങൾ, ഒരു വേഷത്തിന് യഥാർത്ഥത്തില് ഏതെങ്കിലും റിലീജിയനില് അങ്ങനെ ഒരു വളരെ മാന്യമായ വേഷം ധരിക്കുക എന്നതിനപ്പുറം ഒരു വേറിട്ട വേഷം ധരിക്കുക എന്നതൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി, അദ്ദേഹം തലപ്പാവും നീണ്ട കുപ്പായവും ഉപയോഗിച്ചിരുന്നു. അന്ന് നബിയുടെ ശത്രുക്കളും ഇതേ തലപ്പാവും നീണ്ട കുപ്പായം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ യേശുവിന്റെ അന്ത്യസമയത്തെ കുറിച്ചുള്ള വായനയിൽ ഇപ്പോ യൂദാസ് 30 വെള്ളി കാശിന് ഒറ്റുകൊടുത്തു എന്നൊരു ചരിത്രമുണ്ടല്ലോ. എന്തുകൊണ്ടാണ് യൂദാസിന് 30 വെള്ളി കാശ് കൊടുക്കേണ്ടി വന്നത് ശത്രുക്കൾക്ക് എന്നൊരു ചോദ്യമുണ്ട്. ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വായിച്ചവരുണ്ടെങ്കിൽ പറയൂ. അത്യാവശ്യം നന്നായി എന്നോട് ഇന്ററാക്ട് ചെയ്തത് തോമസ് അഗസ്റ്റിനാണ്. ഡു യു നോ സംതിങ് അബൌട്ട് ദാറ്റ്? എന്തുകൊണ്ടാണ് യൂദാസിന് അവർക്ക് 30 വെള്ളി കാശ് പിന്നെ കൊടുക്കേണ്ടി വന്നത്?
എന്റെ വ്യൂവിന് എന്തോ പറ്റിപ്പോയി. ദാരിദ്ര്യം കൊണ്ട് സർ. എന്താണ്? ദാരിദ്ര്യം കൊണ്ടായിരിക്കുമല്ലോ. അല്ല, ദാരിദ്ര്യമല്ല, പ്രലോഭനമാണ് ബേസിക്കലി. എക്സാക്ട്ലി. അതായത് ഞാൻ വളരെ വലിയൊരു മനുഷ്യനിൽ നിന്നാണ് ഞാൻ അത് മനസ്സിലാക്കിയത്. അതായത് യേശു അദ്ദേഹത്തിന്റെ ജനങ്ങളെ പോലെ തന്നെ വേഷം ധരിക്കുന്ന ഒരാളായിരുന്നു. എല്ലാ പ്രവാചകന്മാരും അങ്ങനെയാണ്. ജനങ്ങളിൽ നിന്ന് ഭിന്നമായ വേഷം ധരിച്ച രീതിയൊന്നുമില്ല. വേഷത്തിലല്ലല്ലോ, അല്ലെങ്കിലും ആളുകളെ സ്വർഗം വേഷം നോക്കിയിട്ടല്ലല്ലോ ആളുകളെ സ്വർഗത്തിലേക്ക് വിടുക. അപ്പോ അങ്ങനെ യേശുവിനെ തിരിച്ചറിയാൻ കഴിയില്ല. ഒരു കൂട്ടത്തിൽ യേശു ഇരിക്കുമ്പോൾ യേശുവിനെ തിരിച്ചറിയാൻ കഴിയാത്തത്ര താതാത്മ്യം പ്രാപിച്ച ഒരു പ്രവാചകനാണ്. അപ്പൊ ആ നിലയിൽ ആരാണ് എന്ന് ചൂണ്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, എക്സാക്ട്ലി ഹൂ ഇസ് ജീസസ് എന്നത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂദാസിന് പിന്നെ പണം കൊടുക്കേണ്ടി വന്നത് എന്നാണ് നല്ലൊരു വ്യാഖ്യാനമായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനൊരു വേഷം ഒരു തടസ്സമാകേണ്ടതില്ല. പക്ഷെ ഒരു അക്സെപ്റ്റൻസിന് നമ്മളെ വേഷം അഴിച്ചു വെക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരുടെയും ഐഡന്റിറ്റി ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് വേണമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം മത പഠനം നടത്തുന്ന ഇപ്പൊ ക്രിസ്ത്യൻ പ്രീസ്റ്റ് അല്ലെങ്കിൽ മുസ്ലിം ഇന്റലക്ച്വൽസ്, സ്കോളേഴ്സ്, തൊപ്പിയുള്ള ആളുകളൊക്കെ കൗൺസിലേഴ്സ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പള്ളികളിൽ തന്നെ കൗൺസിലിംഗ് റൂംസ് സെറ്റ് ചെയ്ത ചില ആളുകളെ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതൊന്നും അല്ല. അതേസമയത്ത് കൗൺസിലിംഗ് ഒരു നെഗറ്റീവ് ഫീലിംഗ് വരാത്ത രീതിയിലുള്ള ഒരു ഇന്ററാക്ഷൻ നമ്മൾ സ്വീകരിക്കണം എന്ന് മാത്രം. ഓക്കെ. ഈ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് ശരിയായ ബോധ്യം ഉണ്ടെങ്കിൽ ഡ്യുവൽ പേഴ്സണാലിറ്റി വേണ്ടി വരുമോ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇടപെടുന്നതിൽ? എക്സാമ്പിള്, ഇപ്പൊ നമ്മള് ഒരാളെ ആക്സിഡന്റില് പെട്ടാല് അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തെ രണ്ട് രീതിയിലും വിലയിരുത്താമല്ലോ. അതിനെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയും അല്ലാതെയും. ഈ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് ശരിയായ ഒറിജിനൽ സോഴ്സിൽ നിന്നുള്ള നോളജിന്റെ അഭാവമല്ലേ യഥാർത്ഥത്തില് ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ കാപട്യം എന്നാണ് അതിന് പറയുന്നത്. അതായത് ഞാൻ അങ്ങനെ ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അതായത് ഈ സ്പിരിച്വൽ കൗൺസിലിംഗിന്റെ ഏത് ലേഖനം നിങ്ങൾ ഡെപ്തിൽ വായിക്കാൻ ശ്രമിച്ചാലും അവിടെ ഒരു കൗൺസിലർ എന്ന നിലയിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു പേഴ്സണൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് അതിൽ ചർച്ച വരും. ആ പേഴ്സണൽ കോൺഫ്ലിക്റ്റിലാണ് ഇങ്ങനൊരു പദപ്രയോഗം ഉള്ളത്. പക്ഷെ ഇതാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പദപ്രയോഗം. പക്ഷേ ഷെരീഫ് സാഹിബ് പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ ഈ മതത്തെ, മതാശയങ്ങളെ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയെ വേണ്ട വിധം മനസ്സിലാക്കിയാൽ സത്യത്തിൽ അവിടെ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന്, വ്യഭിചരിക്കാൻ അനുവാദം ചോദിച്ചിട്ട് മുഹമ്മദ് നബിയുടെ അടുത്ത് ഒരാൾ വരിക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആരോടാണ് ചോദിക്കാൻ വരുന്നതെന്ന്, എന്ത് കാര്യമാണ് ചോദിക്കുന്നതെന്ന്. മുഹമ്മദ് നബിയോട് വന്നിട്ട് ചോദിക്കുന്നത്, പ്രവാചകരെ, എനിക്ക് വ്യഭിചരിക്കാനുള്ള ഒരു ഇല്ലീഗൽ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടാനുള്ള പെർമിഷൻ വേണം. അപ്പോ കൂടെയുള്ള അനുയായികളൊക്കെ അവര് വാള് കൊണ്ട് നടക്കുന്നവരാണല്ലോ അറബികൾ. നമ്മുടെ സിഖുകാരൊക്കെ കൃപാൺ കൊണ്ട് നടക്കുന്നത് പോലെ വാളുമായി കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അത് ചിലപ്പോ തുരുമ്പിടിച്ച വാളുമൊക്കെ ആയിരിക്കാം, എന്നാലും കൊണ്ടു നടക്കും. അത് അവരുടെ ഒരു ആചാരമാണ്. അപ്പൊ എല്ലാവരും വാളൂരി എന്നാ പ്രവാചകൻ തടഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, ഐ ഹാവ് പെർമിറ്റഡ് യു, നിനക്ക് അനുവാദം തന്നിരിക്കുന്നു, ഓൺ സർട്ടൻ കണ്ടീഷൻസ്. അപ്പോ വളരെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ് ആയിരുന്നു. അനുവാദം കിട്ടി, ഇനി കണ്ടീഷൻ മാത്രം ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതിയല്ലോ. കണ്ടീഷൻ സപ്ലൈ. പ്രവാചകൻ പറഞ്ഞു, 1, ആരുടെയും ഭാര്യ ആകാൻ പാടില്ല. 2, ആരുടെയും മാതാവാകാൻ പാടില്ല. 3, ആരുടെയും മകളാകാൻ പാടില്ല. 4, ആരുടെയും സഹോദരിയാകാൻ പാടില്ല. ഭാര്യയോ മാതാവോ പുത്രിയോ സഹോദരിയോ അല്ലാത്ത ഒരാളെ സെക്ഷൽ ഇന്റർകോഴ്സിന് നിനക്ക് വിധേയമാക്കാനുള്ള അനുവാദം തന്നിരിക്കുന്നു. നല്ലൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് പ്രവാചകൻ നടത്തിയത്. അപ്പൊ പ്രവാചകന്റെ വേഷമോ പ്രവാചകന്റെ പേഴ്സണാലിറ്റിയോ തടസ്സമായില്ല. വ്യഭിചാരത്തിന് അനുവാദം കൊടുക്കുക എന്നത് പ്രവാചകന്റെ പേഴ്സണാലിറ്റിക്ക് ചേർന്നല്ലോ. ഹു ഈസ് എ പ്രോഫറ്റ്, വളരെ മ്ലേച്ഛമായ ഒരു സംഗതിക്ക് അനുവാദം കൊടുക്കാൻ പറ്റും. പക്ഷെ അവിടെ ഈ പറയുന്ന ഭാഷയിൽ ഒരു മറ്റൊരു പേഴ്സണാലിറ്റി ആയിട്ട് അങ്ങനെ ആയിട്ടില്ല, നമ്മുടെ ഭാഷയിൽ ആയിട്ടാണ് ആ ഒരു സിറ്റുവേഷനെ പ്രവാചകൻ ഡീൽ ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ചേഞ്ച് നമ്മുടെ ഒരു സാധാരണ നിലയ്ക്ക് ആളുകൾ മനസ്സിലാക്കിയതിൽ നിന്നുള്ള ഒരു ചേഞ്ച്, ഒരു സ്റ്റാൻഡ് എടുക്കാനുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി കപ്പാസിറ്റി കൗൺസിലർക്ക് ഉണ്ടാകണം എന്നതാണ് അതിന്റെ അർത്ഥം. ശരി, ഇസ്ലാമിക് കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇസ്ലാമിക് കൗൺസിലിംഗ്
പിന്നെ അത് മതപരമായിട്ട് ഡീൽ ചെയ്യുന്ന രീതിയാണല്ലോ. അതെ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരാൾ നമ്മുടെ അടുത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ ഡീൽ ചെയ്യുന്നതിന്റെ സർ എങ്ങനെ സർ അത് നമുക്ക് ആ മതപരമായിട്ട് തന്നെ ഡീൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? കാരണം ഇസ്ലാമിക് കൗൺസിലിംഗ് എന്നൊരു കൗൺസിലിംഗ് ഉണ്ടല്ലോ. അതായത് സത്യത്തിൽ ലോകതലത്തിൽ പ്രചാരമുള്ള ഒരു കൗൺസിലിംഗ് ക്രിസ്ത്യൻ കൗൺസിലിംഗും ഇസ്ലാമിക് കൗൺസിലിംഗും ആണ്. ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ ജൂയിഷും ഉണ്ട് കുറെയൊക്കെ. അതിപ്പോ കമ്പാരിറ്റീവ്ലി ലെസ് ആണ്, കാരണം ജനസംഖ്യയിലും അവർ കുറവാണല്ലോ. ഇപ്പൊ ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റി കഴിഞ്ഞിട്ടാണ് ജൂയിഷിന്റെ ഇത് വരിക. അപ്പോൾ ആ നിലയിൽ ഡെമോഗ്രാഫിക്കലി കുറവാണെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇസ്ലാമിക് കൗൺസിലിംഗും ക്രിസ്ത്യൻ കൗൺസിലിംഗും ജൂയിഷ് കൗൺസിലിംഗും ഉണ്ട്. അത് സംബന്ധമായ ആർട്ടിക്കിൾസ് നമുക്ക് ഇന്റർനെറ്റിലൊക്കെ വായിക്കാനൊക്കെ പറ്റും, പുസ്തകങ്ങളും ഉണ്ട് ചിലതൊക്കെ. നമ്മുടെ ഭാഷയിലാണ്, അത് വളരെ വിരളം. അപ്പോൾ അങ്ങനെയുണ്ട്. പക്ഷെ അത് അറിയേണ്ട അതിന്റെ ഒരു റൂഹ്, ആ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ റൂഹ്, ശരിയായ ഒരു സ്പിരിറ്റ് മനസ്സിലാക്കിക്കൊണ്ട് നടത്തിയില്ലെങ്കിൽ ഭയങ്കര അപകടമായിരിക്കും. ഇപ്പൊ പോളിഗമി ഒരു ബേസിക് നോളജ്. ഇപ്പൊ മുസ്ലിങ്ങൾക്ക് ഒന്നിലധികം വിവാഹം കഴിക്കാം ശരീഅത്തിൽ. അതിന്റെ സാഹചര്യങ്ങളും ഒന്ന് തന്നെ കഴിക്കണമെങ്കിൽ എന്ത് വേണം എന്നൊക്കെ കൂടുതൽ പഠിക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാന് പിന്നെ പ്രീമാരിറ്റൽ കൗൺസിലിംഗിലൊക്കെ പലപ്പോഴും പറയാറുള്ള ഒരു പോയിന്റ് കൂടിയാണ്, എപ്പോഴാണ് ഒരാൾക്ക് വിവാഹം കഴിക്കാൻ കഴിയുക എന്നൊരു ചോദ്യമുണ്ട്. ഇസ്ലാമിലെ കർമ്മശാസ്ത്രത്തിൽ ഫിഖിൽ തന്നെ അത്തരം സംഗതി ഉണ്ട്. അത് ആരും പഠിക്കുന്നില്ല. പ്രായത്തിന്റെ നിബന്ധന മാത്രമാണ് ആളുകൾ പഠിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്ന ആളുകൾ 18 വയസ്സായോ പെൺകുട്ടിക്ക് എന്ന് മാത്രമാണ് ചോദിക്കുന്നത്, 21 വയസ്സായോ പയ്യൻ എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. 18 വയസ്സിന്റെ തലേന്നാൾ കല്യാണം കഴിച്ചാൽ, ഒരു ദിവസം മുമ്പ് കല്യാണം കഴിച്ചാൽ എങ്ങനെയാ തകർന്നു പോവുക? It is illegal as per constitution. It is illegal. That's okay. But morally speaking, ജനനത്തീയതിയുടെ തലേന്നാൾ വിവാഹം കഴിക്കുമ്പോൾ നിയമപരമായി അത് കുറ്റമാണ്. ഞാൻ നിയമം പഠിച്ച ആളാണ്, നിയമപരമായ കുറ്റമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഒരു വിവാഹ ജീവിതത്തിൽ എന്ത് കുഴപ്പമാണ് 24 മണിക്കൂറിന് അത് നടന്നാൽ സംഭവിക്കാൻ പോകുന്നത്? അതിനൊരു റീസണിങ് ഇല്ല. പക്ഷേ 18 വയസ്സ് തികഞ്ഞു എന്ന കാരണത്താൽ എന്ത് യോഗ്യതയാണ് ഒരു പെൺകുട്ടി നേടുന്നത് എന്നതും ചോദ്യമാണല്ലോ. അപ്പോ വിവാഹ ജീവിതത്തെ കുറിച്ച് ശരിയായ കാഴ്ചപ്പാടില്ലാതെ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നതാണ് ഇന്നത്തെ എല്ലാ ഫാമിലി ഇഷ്യൂസിന്റെ ബേസ്. ആസ് എ വൈഫ്, ആസ് എ മദർ, വെദർ ദിസ് പെർട്ടിക്കുലർ ലേഡി ഈസ് ഏബിൾ ടു ഡിസ്ചാർജ് ഓൾ ദ റെസ്പോൺസിബിലിറ്റീസ്. ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ 1 വർഷം മാത്രം ആയുസുള്ള സംജ്ഞകളാണ്. അത് കഴിഞ്ഞാൽ പിതാവാകുന്നു, മാതാവാകുന്നു. ഒരു മാതാവിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള യോഗ്യത പെൺകുട്ടി നേടിയിട്ടുണ്ടോ? ഒരു പിതാവിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള യോഗ്യത പയ്യൻ നേടിയിട്ടുണ്ടോ? അത് വളരെ സീരിയസ് ആയ ഒരു ഡിസ്കഷനാണ്. ഓക്കെ, അപ്പോ സ്പിരിച്വൽ ഇസ്ലാമിക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ വാക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ബട്ട് വെദർ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ഈസ് സ്കോളർലി, ദാറ്റ്സ് എ വെരി ബിഗ് ക്വസ്റ്റ്യൻ. ഇസ്ലാമിന്റെ ബേസിക്സിനെ കുറിച്ച്, ഫണ്ടമെന്റൽസിനെ കുറിച്ച്, അതിൽ ഇപ്പൊ ഇൽമും ഉണ്ട്, ഹിക്മത്തും ഉണ്ട്. ആ ടേം അറിയുന്ന ആളായിരിക്കും ചോദിച്ചതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ രീതിയിൽ മറുപടി പറയുന്നത്. ഇൽമും ഉണ്ട്, ഹിക്മത്തും ഉണ്ട്. സ്കോളേഴ്സിന് ഇത് രണ്ടും വേണം. ഇപ്പൊ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ സയൻസും ടെക്നോളജി അല്ല ശരിക്കും ഹിക്മത്ത്, അതിന്റെ ഒരു അപ്ലൈഡ് സയൻസ് ആണ്. അപ്പോൾ സയൻസും ഉണ്ട്, അപ്ലൈഡ് സയൻസും ഉണ്ട്. സയൻസിനെ കുറിച്ച് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിന്റെ മോഡസ് ഓപ്പറാൻഡിയെ കുറിച്ച്, അപ്ലൈഡ് സയൻസിനെ കുറിച്ച് കൃത്യമായ ധാരണ വേണം. അപ്പൊ ഹിക്മത്ത് ഇല്ലാതെ ഇൽമെടുത്ത് പ്രയോഗിച്ചാൽ വലിയ അബദ്ധം ഉണ്ടാവും. ഉദ്ദേശിക്കുന്നത് എന്താണ്? ടാക്ടിക് ആവാന്നല്ല ഹിക്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അങ്ങനെയൊക്കെ പറയും, പക്ഷെ വെറും ടാക്ടിക് അല്ല ശരിക്കും അത്. ഇപ്പൊ പ്രവാചകന്മാർക്ക് നൽകിയ ഖുർആനിക് വേഴ്സസിലേക്ക് നമ്മൾ പോയാൽ അവർക്ക് ഇൽമും നൽകി, ഹിക്മത്തും നൽകി എന്നാണ്. ടാക്ടിക്സ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകാൻ, സ്ട്രാറ്റജിക് ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയുള്ള പ്രയോഗമാണ്. പക്ഷേ എഗെയിൻ മോർ ദാൻ, അറിവിനേക്കാൾ അപ്പുറമുള്ള ഒരു വലിയ സംഗതിയാണ് ശരിക്കും ഹിക്മത്ത്. അത് പ്രവാചകന്മാർക്ക് ദിവ്യബോധനത്തിലൂടെ നൽകിയെന്നാണ് പറയുന്നത്. നമുക്ക് സംശീകരിക്കാൻ പറ്റുന്നുണ്ടോ എത്രത്തോളം എന്നതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോ ഏതാണ് അതിന്റെ ബേസിക്? അതെ, മലയാളത്തിൽ നമ്മൾ തത്വജ്ഞാനം, ഇപ്പൊ നേരത്തെ പറഞ്ഞ ടാക്ടിക്സ്, ഈ ഭാഷാപരമായ ചില പരിമിതി ഭയങ്കരമാണ്. ഒരു ഭാഷ ഈ ട്രാൻസ്ലേഷന്റെ കാര്യം നമുക്ക് അറിയാലോ. ഒരു വാക്കിന് തുല്യമായ ആ ഭാഷയിൽ തന്നെ മറ്റൊരു വാക്ക്, പര്യായ പദങ്ങൾ ഇല്ല എന്നതാണ് ഏറ്റവും ഉയർന്ന കാഴ്ചപ്പാട്. പര്യായ പദങ്ങളില്ല, ഒരു പദത്തിന് മറ്റൊരു പദം തത്തുല്യമാവുകയില്ല. അതേ ഭാഷയിൽ പോലും ഇല്ലെങ്കിൽ പിന്നെ മറ്റൊരു ഭാഷയിൽ ഒരു വാക്ക് എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ അറബിയിൽ സൊബറിന്, മലയാളത്തിൽ ക്ഷമ, സഹനം എന്നൊക്കെ പറഞ്ഞാൽ സൊബർ ആവുമോ?
യുദ്ധക്കളത്തിലെ ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? വെട്ടാൻ വരുമ്പോ ഇങ്ങനെ മിണ്ടാതെ നിന്ന് കൊടുക്കലാണോ അവിടുത്തെ ക്ഷമ? അപ്പോ അതൊക്കെ ഒരു ഭാഷയുടെ ഒരുപാട് പരിമിതികളാണ്. ഞാൻ ഒറ്റ പോയിന്റേ പറയുന്നുള്ളൂ. ഇസ്ലാമിക് കൗൺസിലിംഗ്, ഇസ്ലാമിക് സൈക്കോളജി എന്നൊക്കെ പറയണമെങ്കിൽ we have to be that much scholarly, then only we can claim that we are doing this much of counseling. അതൊരു ആ രീതിയിൽ കുറച്ച് ഗൗരവത്തിൽ തന്നെ അത്തരം കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഞാനിത് ഒരല്പം ഒരു ധർമ്മസങ്കടമുണ്ട് ഈ പറയുമ്പോൾ. കാരണം ചില ആളുകൾ ഒരു കൗൺസിലിങ്ങിലോ അല്ലെങ്കിൽ സൈക്കോളജിയിലോ ബിരുദം എടുക്കാത്ത ചില ആളുകൾ പോലും ഇസ്ലാമിക് കൗൺസിലിംഗ് എന്ന പേരിൽ കൗൺസിലിംഗ് നടത്തുന്ന ആളുകളെ എനിക്ക് പരിചയമുണ്ട്. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത് അറിയാത്ത ഒരു സംഗതിയിൽ അവഗാഹമുണ്ട് എന്ന രീതിയിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന ഭയങ്കര അപകടം ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു ആത്മഹത്യ നടന്ന അനുഭവം എനിക്കറിയാം. ഇങ്ങനെ ഒരാൾ പോയിട്ട് ഭയങ്കര കൗൺസിലാണെന്നൊക്കെ പറഞ്ഞു. ഒരു കണ്ണൂരുള്ള കേസാണ്. ഒരു പെൺകുട്ടിക്ക് ഒരാളുമായിട്ട് ബന്ധം. അപ്പൊ വീട്ടുകാർ കൊണ്ടുവരുന്ന വിവാഹം ഒന്നും സമ്മതിക്കുന്നില്ല. കുട്ടി അവസാനം കുട്ടിയുടെ ബന്ധുക്കൾ അവർക്ക് ബന്ധമുള്ള ഈ പറയുന്ന സ്പിരിച്വാലിറ്റി ഒക്കെ പറയുന്ന ഒരു ലേഡിയെ കൗൺസിലറായിട്ട് കൊണ്ടുപോകുന്നു. ആ കൗൺസിലറും പെൺകുട്ടിയും കൂടി പ്രേമിക്കുന്ന ആളെ നേരിട്ട് കണ്ടിട്ട് വേണമെങ്കിൽ ആലോചിക്കാം എന്ന ഒരു തത്വത്തിൽ ധാരണയിൽ ആ വീട്ടിലേക്ക് പോകുന്നു. അവിടെ പോകുമ്പോൾ ഫോൺ വഴി മാത്രം ബന്ധമുള്ള നമ്മുടെ ഈ കഥാപുരുഷന് ഭാര്യയും 3 മക്കളും ഉണ്ട് എന്ന് ബോധ്യമാകുന്നു. അപ്പോൾ ഒരുപാട് സങ്കടമൊക്കെ ഉണ്ടായി. ഈ പറഞ്ഞ കൗൺസിലറെ ഒരുപാട് ആശ്വസിപ്പിച്ച് വീട്ടിൽ കൊണ്ടാക്കി, കുഴപ്പമൊന്നുമില്ല, നല്ല കുടുംബക്കാരുമായിട്ട് സ്നേഹത്തിലാക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോന്നു. പിറ്റേന്ന് രാവിലെ ഫോൺ കോൾ വന്നു, ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ഇത് നടന്ന സംഭവം എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളതാണ്. ഇങ്ങനെയുള്ള കൗൺസിലേഴ്സ് നമ്മുടെ സമൂഹത്തിലുണ്ട്. അറിയാതൊന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഭയങ്കര അപകടമാണ്. അതുകൊണ്ട് കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു ഞാനന്മേൽ കളിയാണ് സത്യത്തിൽ. റൈറ്റ്. നമ്മുടെ സമയം ഏതാണ്ട് തീർന്നിരിക്കുന്നു. വേണമെങ്കിൽ ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻ ആണ്. സാർ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ ബ്രീഫ് സൈക്കോതെറാപ്പി ഇപ്പോ യൂറോപ്പിലൊക്കെ ഉള്ള ഒരു രീതി ഇപ്പൊ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ട് വരുന്നുണ്ടെന്ന് സാറിന്റെ ഒരു സ്റ്റുഡന്റ് ആണ് അതിലൊരു പയനിയർ എന്നും പറഞ്ഞു. അത് സാർ ജസ്റ്റ് പേഴ്സണൽ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ഷറഫുദ്ദീൻ ആണോ? ഷറഫുദ്ദീൻ അല്ലല്ല, ഷറഫുദ്ദീൻ അല്ല. അദ്ദേഹം ഇപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. കുറ്റ്യാടി വേളം സ്വദേശിയാണ്. ഡോക്ടർ ജാസിം. ഓക്കെ സർ, താങ്ക്സ് എ ലോട്ട്. ഷറഫുദ്ദീൻ സിദ്ദീഖ് സാറിന്റെ മകൻ ഷറഫുദ്ദീൻ ആണോ? അല്ല, ജാസിമാണ്. ജാസിമിനെ ഞാൻ ചേന്നമംഗലൂർ പഠിപ്പിച്ചതാണ്. ദേബുരത്തായിരുന്നോ? അല്ല, ജാസിം പഠിച്ചത് ചേന്നമംഗലൂർ, സീനിയർ സെക്കൻഡറി ചേന്നമംഗലൂരായിരുന്നു. ശരി സർ, ഓക്കെ സർ. അപ്പൊ നമുക്ക് ഇന്ന്